സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സന്ധ്യാവന്ദനം. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ 3-4 കാര്യങ്ങൾ പറയാറുണ്ട്. ഏതെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ഉണ്ടായാൽ മുട്ടിൽ ജോയിൻറ്റുകളിലെല്ലാമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആക്സിഡൻ്റ് ഉണ്ടാവുമ്പോൾ ജോയിൻറ്റുകളിലാണ് പ്രശ്നം ഉണ്ടാവുക. അതുപോലെ ജാതകത്തിൽ ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശ വരുമ്പോൾ അതിൽ ഗ്രഹസന്ധി പറയും. കുജരാഹു സന്ധി ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശ തുടങ്ങും എന്നുള്ള സന്ധിയാണ്. രാശിസന്ധികളുമുണ്ട്. പിന്നെ ചില രാജ്യങ്ങൾ തമ്മിൽ, ചില സംഘടനകൾ തമ്മിൽ, ചില പ്രസ്ഥാനങ്ങൾ തമ്മിൽ സന്ധി ഒപ്പിടാറുണ്ട്. സന്ധി വളരെ ഇമ്പോർട്ടൻ്റാണ്. അസ്ഥിസന്ധി ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ ജാതകത്തിൽ ഭാവസന്ധി, രാശിസന്ധി ഇമ്പോർട്ടൻ്റാണ്. സംഘടനകൾ തമ്മിലുള്ള സന്ധി, യോജിപ്പ് ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് 3 സന്ധികളുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ 3 സന്ധികളുണ്ട്. ഒന്ന്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രഭാതസന്ധി, പ്രഭാതസന്ധ്യ. പിന്നെ സൂര്യൻ ഉയർന്ന താഴുന്ന മധ്യാഹ്ന സന്ധ്യ. പിന്നെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള സായം സന്ധ്യ. 3 സന്ധികളാണ്. ഈ സന്ധികൾ വിശ്രമത്തിൽ നിന്ന് ശ്രമത്തിലേക്ക് പ്രഭാതസന്ധ്യ, വളർച്ചയിൽ നിന്ന് തളർച്ചയിലേക്ക് മധ്യാഹ്ന സന്ധ്യ, തളർച്ചയിൽ നിന്ന് വിശ്രമത്തിലേക്കുള്ള സായം സന്ധ്യ. ശരീരം തളർന്നിരിക്കുക, ആ സമയത്ത് വളരെ നല്ല കാര്യങ്ങൾ കേട്ട് മനസ്സിനെ ആക്റ്റീവാക്കുക. അതിനാണ് സന്ധ്യാദീപം ജ്വലിപ്പിക്കുക. അതിനാണ് യഥാർത്ഥത്തിൽ സന്ധ്യാകീർത്തനം. നിങ്ങൾ നോക്കിക്കോളൂ, മനസ്സ് എനർജറ്റിക് ആയാൽ ശരീരം ഓട്ടോമാറ്റിക്കലി എനർജറ്റിക് ആവും. വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ദൈവദശകം ചൊല്ലിന്നിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥന, കീർത്തനം, ഇഷ്ടമുള്ളത് ഒരുമിച്ചിരിക്കുക. ചൊല്ലുന്നവർ ചൊല്ലട്ടെ, ബാക്കിയുള്ളവർ ഒരുമിച്ച് കുറച്ച് നേരം, 10 മിനിറ്റ് വൈകുന്നേരം. എന്താ ഒരു മാറ്റം ഉണ്ടാവുക അറിയോ? ഈശ്വരൻ വന്ന് അനുഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നവർക്ക് അങ്ങനെയാവാം. നമ്മളുടെ മനസ്സിന് നമ്മൾ കുറേ എനർജി കൊടുക്കുന്നു, അതങ്ങനെയാവാം. ഒരുമിച്ചിരിക്കുന്നു, ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്, അതങ്ങനെയാവാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും. ഇന്നലെ ഒരു അമ്മ സിസ്റ്റർ എഴുതിയിരുന്നു, ഞാൻ നാമം ജപിക്കാനായിട്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ഭഗവത്ഗീത വിവരണം കേട്ടു. പിന്നെ നാമം അത് കൃഷ്ണനെ മുമ്പിൽ വെച്ച് ഭഗവത്ഗീത കേട്ടു. അവരെഴുതിയപ്പോൾ അവരുടെ മനസ്സിലെ ഫീലിംഗ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും തിരിച്ചു കൊണ്ടുവരാനാണ് ഈ ക്ലാസ്സുകളെല്ലാം. പരമപവിത്രമായ ഭാവരാഗ താളമുള്ള ഭാരതത്തെയും നമ്മുടെ സംസ്കാരത്തെയും, അതിൽ പലരും പറയും ഇതെല്ലാം കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന്. ഞാൻ പറയാറുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളെ പഠിപ്പിക്കണം. അപ്പം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും. അതുകൊണ്ട് കൗമാരം, യൗവനം, ജര എന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാവരെയും പഠിപ്പിക്കണം. ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമേ ഇല്ല. എല്ലാവരും പഠിക്കുകയും വേണം. കാരണം എന്നാലേ ഭക്ഷണം കഴിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചർച്ച ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പുതിയ ജീവിതം നമുക്ക് കൊറോണ കൊണ്ടുവന്ന് തന്നതാണ്. ശത്രുവിനെ, ദുരിതത്തെ, ദുഃഖത്തെ, വേദനയെ, പ്രശ്നങ്ങളെ നല്ല ഒരു ജീവിതത്തിലേക്കുള്ള പന്താവാക്കി മാറ്റുക. അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ വേണ്ടത്. ഇനി നമുക്ക് കഴിഞ്ഞ 10 ദിവസം
നമ്മൾ വായിച്ചത്. അന്തവത്തു യഥാർത്ഥത്തിൽ 7-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം. 7-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം കഴിഞ്ഞ ദിവസം എടുത്തതാണ്. അന്തവത്തു ബലം തേഷാം തത് ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്ത യാന്തി മാമപി. ഏത് ഈശ്വരനെ ആരാധിച്ചാലും അവർ ആ ഈശ്വരീയമായ ലെവലിലേക്ക് പോകുന്നു. എന്നെ ആരാധിക്കുന്നവര് എന്നിലേക്ക് വരുന്നു. അവര് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് ഞാൻ തന്നെയാണ്. എന്നിലേക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ എത്താം. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ പരം ഭാവമജാനന്ദോ മാം മമാവ്യയമനുത്തമം. ഏറ്റവും ഉത്തമമായ ഒരവസ്ഥയിലേക്ക് എന്നെ ആശ്രയിക്കുന്നവര് വരും. പക്ഷെ മാം അബുദ്ധയ, വലിയ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ലാത്തവര്, ഞാൻ അവ്യക്തമായ ഒരു ജീവിതത്തിൽ നിലനിൽക്കുന്നവനാണ്, വ്യക്തിത്വം നേടി ഒരു ലെവലിലേക്ക് എത്തിയവനാണ് എന്ന് വിചാരിച്ച് എൻ്റെ പരമമായ ഭാവത്തെക്കുറിച്ച് അറിയാതെ പോകുന്നു. അർജുനനോട് നാഹം പ്രകാശ, ഞാൻ എല്ലാവർക്കും എന്നെ കാണാൻ സാധ്യമല്ല. ന അഹം സർവസ്യ പ്രകാശ യോഗമായ സമാവൃത, യോഗമായ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നത് കൊണ്ട്, എല്ലാത്തിനെയും യോഗമായ മായ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് അഹം സർവസ്യ ന പ്രകാശ, എല്ലാവർക്കും എന്നെ കാണാൻ സാധ്യമല്ല. അയം മൂഢ ന അഭിജാനാതി, ഈ മൂഢന്മാര് മനസ്സിലാക്കുന്നില്ല. ലോകോ മാം അജമവ്യയം, ഈ ലോകത്തിൽ ഞാൻ ജനന മരണങ്ങൾക്ക് അതീതനാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി എന്ന് പറഞ്ഞാൽ ഈ അയം മൂഢ ന അഭിജാനാതി, മൂഢന്മാര് മനസ്സിലാക്കുന്നില്ല. എന്ത്? ലോകോ മാം അജമവ്യയം, എൻ്റെ സന്ദേശങ്ങൾ ജനന മരണങ്ങൾക്ക് അതീതമാണ്. അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എൻ്റെ സന്ദേശങ്ങൾ ജനന മരണങ്ങൾക്ക് അതീതമാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രകൃതി നിയമമാണ്. പുതിയതായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. പ്രകൃതി നിയമമാണ്. അത് അനാദികാലം മുമ്പും ഇപ്പോഴും അനാദികാലങ്ങൾക്ക് ശേഷവും ഉണ്ടാവും. അതിന് ജനന മരണമൊന്നുമില്ല. ശ്രീകൃഷ്ണൻ്റെ അസ്തിത്വം ശ്രീകൃഷ്ണ സന്ദേശങ്ങളിലൂടെയാണ്. ആ സന്ദേശങ്ങൾ ഭാരതത്തിൽ അനാദികാലം ഇൻഫിനിറ്റി ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് നേച്ചേഴ്സ് റൂൾ, പ്രകൃതിയുടെ നിയമമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സിമ്പിളല്ലേ? ശ്രീകൃഷ്ണൻ എന്ന വ്യക്തി ജനന മരണങ്ങൾക്ക് അതീതമല്ല. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തത് നമുക്കറിയാം, ശ്രീകൃഷ്ണൻ ജനിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ജനന മരണങ്ങൾക്ക് അതീതമാണെന്ന് പറഞ്ഞതിൻ്റെ കൃത്യമർത്ഥം, ശ്രീകൃഷ്ണനായത് മറ്റു പലരും ശ്രീകൃഷ്ണനാകാതിരുന്നത് ഇതേമാതിരി സന്ദേശം കൊടുക്കാത്തത് കൊണ്ടാണ്. ആ സന്ദേശങ്ങളാണ് ശ്രീകൃഷ്ണനെ നമ്മുടെ മുമ്പിൽ പ്രതിബിംബീകരിക്കുന്നത്. അത് അനാദിയാണ്, അത് ജനന മരണങ്ങൾക്ക് അതീതമാണ്. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദന കശ്ചന. എനിക്കറിയാം, അഹം വേദ, ഞാൻ അറിയുന്നു അർജുന, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും, ഓരോ ജീവജാലത്തിൻ്റെയും പാസ്റ്റും പ്രസന്റും വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്കിൽ നീ. വേദത്തിൻ്റെ വരികൾ ഓർക്കുകയാണെങ്കിൽ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. മാം തു വേദന കശിന, പക്ഷെ എനിക്കിത് അറിയാം എന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ. എന്ത് സിമ്പിളാ വരികൾ അല്ലേ? ഞാൻ സിമ്പിൾ എന്നുള്ള വാക്ക് കുറെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ സംശയമുണ്ടില്ലേ? അടുത്തത് ഇച്ഛാ ദ്വേഷസമുത്തേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരംതപ. അർജുന, ഇച്ഛാദ്വേഷസമുത്തേന, അത്യാഗ്രഹം കൊണ്ട്, അതുപോലെ തന്നെ വാശി കൊണ്ട്, അതിനാൽ അങ്ങ് എക്സൈറ്റഡ് ആയിട്ട്, ദ്വന്ദ്വമോഹേന ഭാരത, ലാഭനഷ്ടങ്ങളിൽ എനിക്ക് ചിലത് വേണം, ഉയർച്ച താഴ്ച ലാഭനഷ്ടം ചിരി കരച്ചില് ഉദയാസ്തമയം, ഇതിലിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭാരത. സർവഭൂതാനി സമ്മോഹം, സർവചരാചരങ്ങളും അതിലങ്ങോട്ട് പെട്ടിരിക്കുകയാണ്. എന്നിട്ട് സർഗേ യാന്തി പരംതപ, അവര് ജനന മരണങ്ങളിലൂടെ കടന്നു പോകുന്നു.
അർജുന. അതാണ് എല്ലാവർക്കും. മരണമുണ്ടോ, എത്ര പേര് മരിച്ചു കൊറോണ വന്ന്, അയാൾക്ക് കൊറോണ വന്നു, ഇയാൾക്ക് കൊറോണ വന്നു, എനിക്ക് എപ്പോഴാണാവോ വരിക, അറിഞ്ഞൂടെ, വരുമോ, വന്നാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ചിന്തയിൽ നമ്മൾ, അത് തെറ്റാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അതിൽ അലിഞ്ഞു ചേരുന്നു എന്നേ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയോ തെറ്റോ അതിനൊക്കെ മാറിയിട്ട് എൻ്റെ വഴി കൂടെ തന്നെ വരണമെന്നൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. യേശാം തു അന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം, പുണ്യകർമ്മണാം ജനാനാം, പുണ്യകർമ്മം ചെയ്യുന്ന ജനങ്ങൾക്ക്, അതാരൊക്കെയാണോ യേശാം തു അന്തഗതം പാപം, അവർ ചെയ്തിരിക്കുന്ന പാപമൊക്കെ തീർന്നു എന്ന് വിചാരിക്കാം. അവർ ചെയ്തിരിക്കുന്ന പാപമെല്ലാം തീർന്നാൽ തേ ദ്വന്ദ്വമോഹ നിർമുക്ത സമശത്രൗച മിത്രേച്ച തഥാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. അതാണ് ദ്വന്ദ്വമോചനം. ദ്വന്ദ്വമോഹ നിർമുക്തം എന്ന് പറഞ്ഞാൽ ശത്രു ഇല്ല, മിത്രവും ഇല്ല, ഉയർച്ചയില്ല, താഴ്ചയില്ല, ലാഭമില്ല, നഷ്ടമില്ല, ശരിയില്ല, കരച്ചിലില്ല, അങ്ങനെ ഒരവസ്ഥ. അതൊക്കെ ഉണ്ടവർക്ക്. അതിനൊക്കെ ഒരേ രീതിയിൽ അവർ കൈകാര്യം ചെയ്തു, ഒരേ രീതിയിൽ കൈകാര്യം ചെയ്തു. ചൈനക്കാർ ഇന്ത്യയെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അതുപോലെ ധനകാര്യമന്ത്രിയൊക്കെ തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ടിരുന്നാലുള്ള അവസ്ഥ എന്താ? അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പോവാം, ടെൻഷൻ ഇല്ലാതെ, വളരെ നോർമലായിട്ട്. പട്ടാളക്കാരും അങ്ങനെയാ, പട്ടാളത്തിൻ്റെ നേതാവും അങ്ങനെയാ. വരുന്നത് അവിടെ വെച്ച് കാണാം എന്ന രീതിയിൽ നല്ല 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 ജീവിത അനുഭവങ്ങളാണ്. ദ്വന്ദ്വമോഹ നിർമുക്ത, അതായത് ശത്രു മിത്രം, ഉയർച്ച താഴ്ച, ലാഭം നഷ്ടം, ചിരി കരച്ചിൽ, അതിൽ നിന്നൊക്കെ മോചിതരായിട്ട് ഭജന്തേ മാം ദൃഢവ്രത, എന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സന്ദേശങ്ങളെ. അവിടെയാണ് പലപ്പോഴും സന്യാസിമാർക്ക് പറ്റുന്നത്. നിങ്ങൾ കൃഷ്ണനെ പ്രതിഷ്ഠ നടത്തിയിട്ട് കൃഷ്ണനെ പൂജിക്കാനല്ല കൃഷ്ണൻ പറഞ്ഞത്, എന്നെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത സന്ദേശം. അങ്ങനെയല്ലേ മഹാത്മാഗാന്ധിയെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ വീക്ഷണത്തെയും മഹാത്മാഗാന്ധി പറഞ്ഞതിനെയും മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തെയും ഫോളോ ചെയ്യുക. അതല്ലേ ഇപ്പോഴും ഗാന്ധി സ്മാരക നിധിയിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരെയാണോ ആശ്രയിക്കുന്നത്, അരവിന്ദ മഹർഷിയുടെ ആശ്രമത്തിൽ പോണ്ടിച്ചേരിയിൽ എന്താ നടക്കുക? മദറും അരവിന്ദ മഹർഷിയും പറഞ്ഞതിനെ അവിടെയുള്ളവർ ഫോളോ ചെയ്യുന്നു. അതല്ലേ ദക്ഷിണേശ്വരം, നമ്മുടെ ബംഗാളിൽ രാമകൃഷ്ണ പരമഹംസരുടെ അവിടെ പോകുന്നത് എന്തിനാ? രാമകൃഷ്ണ പരമഹംസരുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യും. വൃന്ദാവനത്തിലേക്ക് പോകുന്നത് എന്തിനാ? ആ കൃഷ്ണൻ കളിച്ചു വളർന്ന, ആ കാണിച്ചു തന്ന ലോകത്തിലേക്ക് ഉൾക്കൊള്ളാനായിട്ട്. മഹാത്മാഗാന്ധിയുടെ സമാധിയിലേക്ക് പോകുന്നത് എന്തിനാ? അങ്ങേര് എന്നേ മരിച്ചു, അങ്ങേരുടെ അസ്ഥി പോലും അവിടെ ഇല്ല. അങ്ങേര് ചിലപ്പോൾ പുനർജനിച്ച് കാണും. എന്നാൽ കേരളത്തിൽ അങ്ങേര് വരാൻ സാധ്യതയില്ല, വേറെ എവിടെയെങ്കിലും ജനിച്ച് കാണും. പിന്നെ എന്തിനാ അവിടെ പോകുന്നത്? ആ സന്ദേശം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും പിതൃകർമ്മം നടത്തുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചു, അവർ പുനർജനിച്ചാണ്, ഇനി ഞാൻ എന്തിനാ പിതൃകർമ്മം നടത്തുന്നത്? അതിനേക്കാളും വലിയൊരു ചോദ്യം ഇല്ലേ? മഹാത്മാഗാന്ധി ജനിച്ചു, 1948 അദ്ദേഹം ദിവംഗതനായി, പിന്നെയും ഈ ഒക്ടോബർ 2 ഹോളിഡേ കൊടുക്കുന്ന എന്തിനാ? അങ്ങനെ പോയി കഴിഞ്ഞില്ലേ? സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞില്ലേ? ആഗസ്റ്റ് 15 1947 പിന്നെയും ആഗസ്റ്റ് 15 എന്തിനാ ഹോളിഡേ കൊടുക്കുന്നത്? കുറേ ചോദ്യമുണ്ടല്ലോ. നെഹ്റുവിൻ്റെ ജന്മദിനം അങ്ങനെ പോയി കഴിഞ്ഞു, മരിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനാ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്? അങ്ങനെ പോയി കഴിഞ്ഞില്ലേ? അങ്ങനെ ചോദിച്ചൂടെ? എന്തിനാ അതൊക്കെ ആഘോഷിക്കുന്നത്? ആഘോഷിക്കണം, ആചരിക്കണം എന്നുള്ളവർക്ക് ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഓർമ്മിക്കാനാണ്. അത് തന്നെയാണ് ഭജന്തേ മാം ദൃഢവ്രത. കൃഷ്ണൻ പറയുന്ന വരികളിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണ് പ്രഭാഷണം നടത്തിയിട്ട് പലരും. ആ കൃഷ്ണൻ നൽകിയ സന്ദേശത്തിൽ ദൃഢവ്രത, അതൊരു വ്രതമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. ജരാമരണമോക്ഷായ, ജീവിതത്തിലെ വാർദ്ധക്യം പോലെ ഉള്ള ദുഃഖത്തെ, അതിൽ നിന്ന് മോചനം നേടാൻ, വാർദ്ധക്യത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കില്ല, മരണത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കില്ല, അതെല്ലാവർക്കും ഉണ്ട്. പിന്നെന്താ? അങ്ങനെയുള്ള ദുഃഖത്തിൽ നിന്ന്, വാർദ്ധക്യത്തിൻ്റെ ദുഃഖം, ആരുമില്ല എന്ന മാനസിക ദുഃഖം, എഴുന്നേറ്റ് നടക്കാൻ ചൊവ്വേ നേരെ പറ്റണില്ല എന്ന ശാരീരിക ദുഃഖം, അങ്ങനെയുള്ള ദുഃഖത്തിൽ നിന്ന് മോക്ഷം നേടാനായിട്ട് മാം ആശ്രിത്യ യദന്തിയെ, ശ്രീകൃഷ്ണനെ ആശ്രയിച്ച് പോവുകയാണെങ്കിൽ അവസ്ഥ എന്താ? ഇവിടെയും ഞാൻ പറയുന്നു, ശ്രീകൃഷ്ണൻ നൽകിയ സന്ദേശത്തെ ആശ്രയിച്ച് പോവുകയാണെങ്കിൽ തേ ബ്രഹ്മതദ്വിദുർകൃത്സ്നം അധ്യാത്മം കർമ്മചാകിലം, അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പരമമായ ആധ്യാത്മികതയും പരമമായ ബ്രഹ്മചൈതന്യത്തിലേക്കുമുള്ള പ്രയാണമായിട്ട് മാറുന്നു, പരമമായ ജീവിത ലക്ഷ്യത്തിലേക്ക് മാറുന്നു. അവിടെ നമുക്ക് വളരെ ഗംഭീരമായിട്ട് സ അധിഭൂതാധിദൈവം മാം സാധിയജ്ഞച്ചയേ വിദു പ്രയാണകാലേ അപി ച മാം തേ വിദുർ യുക്ത തേജസ. അധിഭൂതം, അതിദൈവം, അതിയജ്ഞം, ഇതെന്താണെന്ന് കൃത്യമായിട്ട്
ഞാൻ മനസ്സിലാക്കുന്നു അർജുന. പ്രയാണകാലേ, മരണസമയത്ത് അല്ലെങ്കിൽ യാത്രാ സമയത്ത്, പെർമനന്റ് യാത്ര, റെസ്റ്റ് ഇൻ പീസ്. പ്രയാണകാലേ അപീച്ച മാം തേ വിദുർ യുക്ത തേജസ. ശരിക്ക് അതിഭൂതം എന്താണ്? സർവചരാചരങ്ങൾക്കും അതീതമായ അതിദൈവം, സർവചരാചരങ്ങളെയും കവച്ചു വെക്കുന്നതിൽ അന്തർലീനമായ അതിദൈവം, അതിനകത്ത് നടക്കുന്ന അതിയജ്ഞം. ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാത്തിൻ്റെയും ആ പ്രോസസ് ഓഫ് ക്രിയേഷൻ, പ്രോസസ് ഓഫ് സസ്റ്റെയിൻമെന്റ് ആൻഡ് പ്രോസസ് ഓഫ് വൈപ്പിംഗ് ഔട്ട് ഡെത്ത്, അത് എല്ലാത്തിനും ഉണ്ട്. സൂര്യനും ഉണ്ട്, ചന്ദ്രനും ഉണ്ട്, ഗാലക്സിക്ക് വരെയുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അവിടെ എല്ലാം എന്താണ് എന്നറിയുന്നവര് നല്ല യുക്ത ചെയ്ത് നല്ല മനസ്സോടുകൂടി ഇതെല്ലാം അറിയുന്നു. അതിൽ കയറി പിടിച്ച് അർജുനൻ ചോദിക്കുന്നു, കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിമുച്യതേ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2 അർജുനന്റെ ചോദ്യം, അതിയജ്ഞ കഥം കോ അത്ര ദേഹേ അസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോ അസി നിയതാത്മഭി. അതിയജ്ഞം എന്താണ്? അത് ഈ ദേഹത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്? അല്ലയോ മധുസൂദന, മരിക്കുന്ന സമയത്ത് കഥം ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് അസി ത്വം അസി, നീ എങ്ങനെയാ ഇതൊക്കെ നിയതാത്മഭിഹി, ഇതിൻ്റെയൊക്കെ പന്താവ് നീ എങ്ങനെയാ മനസ്സിലാക്കിയത്? അതിൻ്റെ മുമ്പിലെത്തത് വരി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അധ്യാത്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മം എന്ന് പറയുന്നത് എന്താണ്? അതിഭൂതം എന്ന് പറയുന്നത് എന്താണ്? അതിദൈവം കിമുച്യത എന്താണെന്നാണ് 1-ാമത്തെ വരി 8-ാമത്തെ അധ്യായത്തിൽ. പിന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് മറുപടി. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ലാസ്റ്റ് ഇതാണ്, അക്ഷരം ബ്രഹ്മപരമം. അക്ഷരം, അക്ഷതം, അക്ഷയം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബ്രഹ്മപരമം, ബ്രഹ്മത്തിന്റെ ഡെഫിനിഷനും പറഞ്ഞു. ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ് പ്രസന്റ് ഇൻ എവറി ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ്. ദ ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. അത് അൾട്രാ മോഡേൺ ഫിസിക്സ് ആണ് കേട്ടോ. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ഒക്കെ പറയണമെങ്കിൽ ഇത് പറയണം, എന്നാലേ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പറയാൻ പറ്റുള്ളൂ. AKG സെന്ററിൽ പോയിട്ട് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലേക്ക് 17-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനോടും. അവിടെ ഒന്നും പറയരുത്. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ. അക്ഷരം ബ്രഹ്മം എന്ന് പറയുന്നത് എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ജനന മരണങ്ങൾക്ക് അതീതവും സൃഷ്ടി സംഹാരത്തിന് അതീതവുമായിട്ടുള്ള ചൈതന്യത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ വാക്കാണ് അക്ഷരം. സ്വഭാവവും, സ്വതസിദ്ധമായ ഭാവം, അതിനാണ് അധ്യാത്മം എന്ന് പറയുന്നത്. ഭൂതഭാവോദ്ഭവകരോ വിസർഗ, സർവചരാചരങ്ങളുടെയും ഉത്ഭവം. ഉത്ഭവം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സർവ്വതിൻ്റെയും ഉദ്ഭവകരോ വിസർഗ, അതിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ നടക്കുന്ന പ്രക്രിയക്കാണ് കർമ്മം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ കർമ്മം. അതാണ് യഥാർത്ഥ കർമ്മം, പ്രകൃതി നടത്തുന്ന കർമ്മം. ശരീരയാത്രാപിച്ചതേ ന പ്രസിദ്ധേത കർമ്മണ. ഹാർട്ട് പ്രവർത്തിക്കുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞു, ഹാർട്ട് പ്രവർത്തിക്കുന്നു, ശ്വാസകോശം പ്രവർത്തിക്കുന്നു, അതാണ് യഥാർത്ഥ കർമ്മം. ഇനി 4, അധിഭൂതം ക്ഷരോഭാവ. അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അധിഭൂതം എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള A to Z ആയിട്ടുള്ള സർവചരാചരങ്ങൾക്കും നാശമുണ്ടെന്ന ഭാവം. നാശമില്ലെന്ന ഭാവമല്ല, നാശമുണ്ട്. അക്ഷരം നാശമില്ലാതെ, അക്ഷരം നാശമുള്ളത്. അതിനെല്ലാത്തിനും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. ഡി ഓഫ് ബി ഉണ്ടെങ്കിൽ ഡി ഓഫ് ബി ഉണ്ടെങ്കിൽ ഡി ഓഫ് ഡി ഉണ്ട്. ഈ ജീവജാലങ്ങൾക്കെല്ലാം ക്ഷരം, അക്ഷരമല്ല ക്ഷരം, നാശമുണ്ട് എന്ന ഭാവം. അതിഭൂതം ക്ഷരോഭാവ. ഈ പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഏതാണത്? യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ച പുരുഷ ചൈതന്യത്തെ വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. മനസ്സിൽ ആയാലല്ലേ വാക്കിൽ വിവരിക്കാൻ പറ്റൂ. എന്താണ് ആദ്യം പറഞ്ഞത്? മനസ്സിൽ ആകുക.
പാത്രത്തിൽ ആകുക. മനസ്സിൽ ആയാലേ, മനസ്സിലായാലേ എന്നർത്ഥം. നമ്മൾ മനസ്സിലായാലേ എന്ന് കാഷ്വലി പറയല്ലേ, എൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ? സ്പ്ലിറ്റ് ചെയ്ത് പറയൂ. മനസ്സിൽ ആയാലേ വാക്കിൽ ആക്കാൻ പറ്റുള്ളൂ. മനസ്സിലായിട്ടില്ല സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്താ, മനസ്സുകൊണ്ടൊന്ന് പറയുമോ, വാക്കുകൊണ്ട് പറയുമോ സാമ്പാറിൻ്റെ ടേസ്റ്റ്? പറയാൻ പറ്റില്ല. അത് തിന്ന് തന്നെ നോക്കണം. പുരുഷശ്ചാതിദൈവതം, അതിദേവത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അതിദേവത, എല്ലാ ദേവതമാർക്കും അതീതമായിട്ടുള്ളത് അതിദൈവം. അതെന്ന് വെച്ചാൽ കവച്ചു വെക്കുന്നത്. അതിയജ്ഞോഹമേവാത്ര. ഇവിടെ ഈ പുസ്തകത്തിൽ കുടിച്ചിരിക്കുന്ന അതിയജ്ഞം ഞാനാണ്. അഹം ഏവ അത്ര, ഞാനാണ് അതിയജ്ഞം എന്നാണ് ഈ വരി. അതിയജ്ഞോ അഹം, അതിയജ്ഞ പ്ലസ് അഹം പ്ലസ് ഏവ പ്ലസ് അത്ര, ദേഹേ ദേഹവൃതാംബരഃ. എല്ലാ ശരീരത്തിലും നിറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠമായ ആ ചൈതന്യം, അത് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ നിയന്ത്രിക്കുന്നതാണ്. അതാണ് അതിയജ്ഞം. നമ്മൾ പല 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 പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഏകാഹം മുതൽക്ക് സഹസ്രാഹം വരെയുള്ള യാഗം ചെയ്യാറുണ്ട്. അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം, അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം. ആ ഏകാഹം എന്ന് വെച്ചാൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന, സഹസ്രാഹം എന്ന് പറഞ്ഞാൽ 1000 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം. ഇവിടെ അഹം എന്ന് വെച്ചാൽ ഞാൻ. അപ്പൊ അഹത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഏകാഹം, സപ്താഹം 7 ദിവസം നീണ്ടു നിൽക്കുന്നത്. നവാഹം, രാമായണം നവാഹണം 9 ദിവസം നീണ്ടു നിൽക്കുന്നത്. അഹം എന്ന് വെച്ചാൽ അഹോരാത്രം എന്നുള്ളതിൻ്റെ പാർട്ടാണ് അഹം. അഹോരാത്രത്തിൻ്റെ ഈ അറ്റത്തെ അക്ഷരവും ഈ അറ്റത്തെ അക്ഷരവും കളഞ്ഞാൽ എന്തായി? HOUR ആയി. ഹവർ, ഹവർ. അഹോരാത്രം, ആ കളഞ്ഞു, ത്രം കളഞ്ഞു. ഹോര, ഹോര എന്ന് വെച്ചാൽ മണിക്കൂർ. ഹോര എന്ന് പറഞ്ഞാൽ ഹവർ, HOUR, ഹവർ. അഹോരാത്രത്തിൻ്റെ ഈ അറ്റത്തെയും ഈ അറ്റത്തെ കളഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂർ. അഹോരാത്രം, ഹോര. ത്രം കളഞ്ഞു, ആ കളഞ്ഞു. അപ്പൊ ഇവിടെ അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സപ്താഹം, നവാഹം, ഏകാഹം, സഹസ്രാഹം, ദശാഹം, ശതാഹം. അവിടെ അഹം എന്ന് വെച്ചാൽ ദിവസം. അഹം പ്ലസ് രാത്രം, അഹോരാത്രം. ഇവിടെ അതിയജ്ഞോഹം ഏവ അത്ര ദേഹി, സർവ ചരാചരങ്ങളുടെ ദേഹത്തിനകത്തും പ്രവർത്തിക്കുന്ന ചൈതന്യം, എൻ്റെ സ്വാധീനത്താൽ, സാക്ഷിഭാവത്താൽ പ്രവർത്തിക്കുന്ന ചൈതന്യം, അത് അതിയജ്ഞമാണ്. അപ്പം അതിഭൂതം സർവചരാചരങ്ങൾക്കും ക്ഷരം ഉണ്ട്, നാശമുണ്ട്, ജനന മരണങ്ങളുള്ള സർവ്വതും അതിഭൂതം. പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അതിദൈവം. അതിനകത്ത് ഓരോ ജീവജാലങ്ങൾക്കും അകത്ത് നടക്കുന്ന ചൈതന്യത്തിന് ആധാരഭൂതമായത് ഞാൻ, അത് അതിയജ്ഞം. ദേഹേ ദേഹവൃതാംബരഃ, ആ ശ്രേഷ്ഠമായ ദേഹീക കർമ്മം, ദേഹി ശരീരത്തിലുള്ള കർമ്മം നടത്തുന്നത് ഞാനാണ്. സാക്ഷിഭാവത്തിലാണ്, ഞാൻ ഇൻവോൾവ്ഡ് അല്ല, സാക്ഷിഭാവത്തിൽ. ചെയർമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അതിൻ്റെ ശരിക്കർത്ഥം? ചെയറിലിരിക്കുന്ന മാൻ, കസേരയിലിരിക്കുന്ന ആൾ, പ്രസിഡന്റ്, ചെയർമാൻ. അയാൾക്ക് വേറെ റോളൊന്നും ഇല്ല, ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് അയാളുടെ ജോലി. ഞാൻ പണ്ട് CSIR വർക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ AG മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയും, ദ കപ്പാസിറ്റി ഓഫ് ദ ലീഡർ ക്യാൻ ബി മെഷേർഡ് ഹൗ ദ തിങ്സ് ഗോ ഇൻ ഹിസ് ആബ്സെൻസ്. ഒരു ലീഡറുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഒരു നേതാവിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അയാളുടെ അസാന്നിധ്യത്തിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അയാളുടെ അസാന്നിധ്യത്തിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ഒരു ലീഡറുടെ കപ്പാസിറ്റി. അർത്ഥം മനസ്സിലായല്ലോ? ദ കപ്പാസിറ്റി ഓഫ് എ ലീഡർ can be estimated, can be evaluated, how the things go in his absence. അദ്ദേഹം ഇല്ലാത്തപ്പോൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, അതാണ് ലീഡറുടെ കപ്പാസിറ്റി. അതാണ് കൃഷ്ണൻ ഇല്ലെങ്കിലും സാക്ഷിഭാവത്തിലുണ്ടെങ്കിലും, അതാണ് എൻ്റെ അധ്യക്ഷതയിലാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം. ഞാൻ അധ്യക്ഷനായിട്ട് നിൽക്കുകയാണ്, പ്രകൃതി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും.
അധ്യക്ഷന്റെ ജോലി എന്താ? കസേര ഇട്ടിട്ട് പ്രഭാഷണം തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ നിയന്ത്രിക്കുക. അങ്ങനെ എന്തോന്നാ നിയന്ത്രിക്കുന്നേ? ഒന്നും നിയന്ത്രിക്കണില്ല, അങ്ങനെ ചുമ്മാ ഇരിക്കുക. പക്ഷെ നിയന്ത്രിക്കാനുള്ള സർവ്വ അവകാശവും ഉണ്ട് അയാൾക്ക്. നിയന്ത്രിക്കില്ല അദ്ദേഹം, നിയന്ത്രിക്കേണ്ട ആവശ്യവും വരാറില്ല. അതുകൊണ്ട് സാധാരണ ആരെ അധ്യക്ഷനാക്കാം? മറ്റൊന്നിനും പ്രയോജനം ഇല്ലാത്തവനെ പിടിച്ച് അധ്യക്ഷനാക്കും. അതാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവൻ ഇപ്പം അതിൽ പ്രവർത്തിച്ച് കുത്തുവാള എടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവനെ പിടിച്ച് RSSകാരുടെ പരിപാടിയിൽ അധ്യക്ഷനാക്കും. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അധ്യക്ഷനാക്കും, ക്ഷേത്ര സംരക്ഷണം. ഇനി വേറൊന്നും ചെയ്യാനില്ല, അങ്ങോട്ടുള്ള പാസ്പോർട്ടും വിസയും ഒക്കെ റെഡിയാക്കിയിരിക്കുന്ന ആളെ പിടിച്ച് അധ്യക്ഷനാക്കും. ഇതങ്ങനെയല്ല, ഇത് അനന്തകാലം അധ്യക്ഷനാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റും ഇല്ല, എൻഡിങ് പോയിന്റും ഇല്ല. അങ്ങനെ ഒരധ്യക്ഷനാണ് ഭഗവാൻ കൃഷ്ണൻ, അല്ലെങ്കിൽ പ്രപഞ്ച ചൈതന്യം. അതിഭൂതം ക്ഷരോഭാവോ സർവചരാചരങ്ങളിലും ജനന മരണങ്ങളുള്ള ആ ചൈതന്യം, ആ ജീവജാലങ്ങൾ, അതിഭൂതം, പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം, അതിദൈവതം, ഇതിനകത്ത് നടക്കുന്ന സർവയജ്ഞക്കൾക്കും ആധാരമായ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അധ്യക്ഷതയിലൂടെ നടക്കുന്ന ഓരോ ദേഹത്തിലും നടക്കുന്ന യജ്ഞം, അതിയജ്ഞം, അത് ദേഹത്തിനകത്ത് നടക്കുന്നു. കുറച്ച് കട്ടിയുള്ളതാ. അടുത്തത് സിമ്പിളാണ്, അടുത്തത് വലിയ കുഴപ്പമൊന്നുമില്ല. അന്ധകാലേച്ച, അന്ധകാലം, അന്ധകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാനായിട്ട് ജനിച്ചവൻ. അന്ധകാലേച്ച, അവസാന കാലത്ത്. മാം ഏവ സ്മരൻ, അർത്ഥം മനസ്സിലായല്ലോ? എന്നെ തന്നെ സ്മരിച്ച്. മുക്ത്വാ കളേബരം, ദേഹം വിടുന്ന ആത്മാവ്. ശരീരത്തിൽ നിന്ന് സത്ത് പോവുക. ശരീരത്തിൻ്റെ സത്ത് ഏതാണ്? ആത്മാവ്. ശരീരത്തിൽ നിന്ന് സത്ത് പോയി, അതിനെയാണ് നമ്മൾ മലയാളത്തിൽ ചത്തുപോയി എന്ന് പറയുന്നത്. സത്ത് പോയി, അപ്പം ചത്തുപോയി. അപ്പം ശരീരത്തിൽ നിന്ന് സത്ത്, ജീവാത്മാവ് പോകുന്ന ആ സമയത്ത്, അന്ധകാലേ, അവസാന കാലത്തിൽ, മാം ഏവ സ്മരൻ, എന്നെ സ്മരിച്ചുകൊണ്ട്. നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെ കൃഷ്ണനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട്? ആ സമയത്താണ് നിങ്ങൾ മൂത്ത മകന് കൊടുത്ത ലാൻഡിൻ്റെ അളവിനെക്കുറിച്ചും രണ്ടാമത്തെ മകന് കൊടുത്ത സ്വർണത്തിൻ്റെ അളവിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഭാഗവതത്തിൽ ഭരതമ്മാൻ എന്ന് പറയുന്ന ഒരു ഭരത ഋഷി, രാജകുലത്തിൽ ജനിച്ച ആൾ മാനായിട്ട് ജനിച്ചു. കാരണം മരിക്കുമ്പോൾ ഓർത്തത് മുഴുവൻ ആ മാനിൻ്റെ ദയനീയ അവസ്ഥയാണ്. ഇങ്ങനെ അദ്ദേഹം മാനായിട്ട് ഒരു കഥയിലൂടെയാണെങ്കിലും വലിയൊരു കാര്യം പറയുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യഹ പ്രയാതി സമദ്ഭാവം. അങ്ങനെ ആരാണോ ചെയ്യുന്നത് അയാൾ എൻ്റെ ഭാവത്തിലേക്ക് വരുന്നു. എന്നെ ഏത് ഭാവത്തിലാണ് ഇയാൾ സ്മരിച്ചത്? കുഞ്ഞികൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്ത് ഒരു യുക്തിവാദി വന്നു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. യുക്തിവാദി വന്നിട്ട് കൃത്യമായിട്ട് അടിച്ചു കയറി നാരായണ ഗുരുദേവനോട് പറഞ്ഞു, ദൈവവും ഇല്ല ഈശ്വരനും ഇല്ല ഒരു മണ്ണാങ്കട്ടിയില്ല, ദൈവവും ഇല്ല ഈശ്വരനും ഇല്ല ഒരു മണ്ണാങ്കട്ടിയില്ല, വെറുതെ പറഞ്ഞ് പറ്റിക്കുകയാണ് നാട്ടുകാരെന്ന് പറഞ്ഞു. ഗുരുദേവൻ ഒന്നും മിണ്ടാതിരുന്നു. ഇയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. അയാൾക്ക് ദേഷ്യം വന്നു. നാണുവാശാനെ എന്താ ഒന്നും പറയാത്തേന്ന് ചോദിച്ചു. എന്താ പേര് എന്ന് ചോദിച്ചു തിരിച്ചു. എൻ്റെ പേര് കുഞ്ഞിക്കണ്ണനാ. എന്തിനാത് എന്ന് ചോദിച്ചു. അല്ല, അതുകൊണ്ടാണ് ദൈവത്തിനെയും ഈശ്വരനെയും കാണാൻ പറ്റാത്തത്. ഏതുകൊണ്ട്? കുഞ്ഞിക്കണ്ണായതുകൊണ്ടാണ്. കണ്ണ് കുഞ്ഞിയായി പോയത് കൊണ്ടാണ് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണന് ഇതെങ്ങനെയാണ് കാണാൻ പറ്റും? നല്ല വലിയ കണ്ണുണ്ടെങ്കിലല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയോ, അതൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം വലിയൊരു സന്യാസിയായി മാറി. ഗുരുദേവൻ്റെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു, പിന്നെ മാറി സ്വതന്ത്രമായിട്ട് സന്യാസിയായി മാറി. അദ്ദേഹത്തിനൊരു പേരുണ്ട്, എനിക്ക് വായിൽ വരണില്ല. അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്, നാവിൽ വരണില്ല. ചിലപ്പോൾ അങ്ങനെയാണ്. യപ്രയാതി സമദ്ഭാവം, എൻ്റെ ഭാവം ഉണ്ണികൃഷ്ണനെയാണ്, വലിയ കൃഷ്ണനെയാണ്, അല്ലെങ്കിൽ രാസക്രീഡ ആടുന്ന കൃഷ്ണനെയാണ്. രാസക്രീഡയ്ക്ക് ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നാരദ മഹർഷി, ശരിക്കും പറഞ്ഞാൽ പരീക്ഷിത്തിനോട് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നുണ്ട്,
കുറേ കേട്ട് കഴിയുമ്പോഴത്തേക്കും പരീക്ഷിച്ച് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീലമ്പടനായിട്ടുള്ള ഈ കൃഷ്ണനെയാണോ ആരാധിക്കണമെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത്? പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടും ബാക്കിയുള്ളതൊക്കെ നടക്കുന്ന കൃഷ്ണനെ ആരാധിക്കുന്നതിനേക്കാളും വേറെ എന്തെങ്കിലും ആരാധിച്ചാൽ പോരെ? അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയുന്നുണ്ട്, പരീക്ഷിത്ത് മഹാരാജാവേ, അങ്ങ് ഈ ചോദ്യം ചോദിച്ചത് നന്നായി. എന്താ കാരണം അറിയോ? അങ്ങ് ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ വരും തലമുറ അങ്ങ് ഇപ്പം ചോദിച്ച ചോദ്യം ചോദിച്ചാൽ ആരാ ഉത്തരം കൊടുക്കാനുള്ളേ? അതുകൊണ്ട് ചോദ്യം ചോദിക്കുക. ആ ശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം. ചോദ്യം ചോദിക്കാം, അതും വിമർശനാത്മകമായി കത്തിജ്വലിച്ചുകൊണ്ട് അങ്ങ് ചോദിച്ചത് നന്നായി. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, കൃഷ്ണൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നേയില്ല. കൃഷ്ണൻ മുറിയിൽ ധ്യാനിച്ച് സബ്ജക്റ്റീവ് മൈൻഡിനെ അങ്ങോട്ട് എലിവേറ്റ് ചെയ്തതാണ്. എന്നിട്ട് കൃഷ്ണനെ സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൃഷ്ണൻ ഉണ്ടെന്ന തോന്നലുണ്ടാക്കി. അവരുടെ സബ്ജക്റ്റീവ് മൈൻഡ് കൃഷ്ണൻ്റെ സബ്ജക്റ്റീവ് മൈൻഡും ഒരേ ലെവലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒപ്പമാണെന്ന് തോന്നി. സബ്ജക്റ്റീവ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്ത പൂർവ്വകാല ചൈതന്യത്തിലുള്ള ധാരാളം പേരുണ്ടായിരുന്നു. വർത്തമാനകാലത്തിനടുത്ത് ചട്ടമ്പി സ്വാമികൾ മാത്രം. ചട്ടമ്പി സ്വാമികൾക്ക് മാത്രമേ സബ്ജക്റ്റീവ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതെന്തെങ്കിലും ഞാൻ വിവരിക്കാം. ഇപ്പം നമുക്ക് യപ്രയാതി സമദ്ഭാവം, എന്നെ ഏത് ഭാവത്തിലാണോ, എന്നെ ദാസ്യഭാവത്തിൽ, ഞാൻ നിൻ്റെ യജമാനനായിട്ട്, ഞാൻ നിൻ്റെ കാമുകനായിട്ട്, ഞാൻ നിൻ്റെ എന്താ പറയുക സുഹൃത്തായിട്ട്, അല്ല ഞാൻ നിൻ്റെ വാത്സ്യപുത്രനായിട്ട്, ഏത് രീതിയിലാണോ നിങ്ങൾ എന്നെ ആരാധിക്കുന്നത്, നിങ്ങൾ എന്നിലേക്ക് വരുന്നത് മരണകാലത്ത്, ആ ഭാവത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തും. ന അസ്തി അത്ര സംശയ, അതിനൊരു സംശയമില്ല, അതിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാൻ മരിക്കാൻ പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് ശരിക്ക് കത്തിജ്വലിച്ചുകൊണ്ട് ശിശുപാലൻ്റെ മുമ്പിൽ വിശ്വരൂപം കാണിച്ച കൃഷ്ണനെയാണ്. എനിക്ക് അങ്ങനെ ഒരു കൃഷ്ണനെയാണ് വേണ്ടത്. മള്ളിയൂർ തിരുമേനി മിനിഞ്ഞാന്ന് അവിടെ നിന്ന് തിരുമേനിയുടെ മക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഇന്നലെയാണ് വിളിച്ചു പറഞ്ഞത്, ഇന്നലെ അതായത് മിനിഞ്ഞാന്നാണ് ഞങ്ങൾ ഗജപൂജ നടത്തി, ഒരു കാഴ്ചശിവേലി നടത്തി, ആനയൂട്ട് നടത്തി, അടിപൊളി ഗണപതി ഹോമം നടത്തി, സന്തോഷമായി. വിനായക ചതുർത്ഥിയുള്ള അതേ മാസം നടത്തി. ഞാൻ അവരോട് പറഞ്ഞു, കരഞ്ഞോണ്ടിരിക്കല്ലേ, കത്തിജ്വലിച്ചുകൊണ്ട് പ്രതികരിക്കാം. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. അതുകൊണ്ട് കത്തിജ്വലിച്ചുകൊണ്ട് പ്രതികരിക്കാം. അതിന് ജില്ലാ കളക്ടറുടെയോ മുഖ്യമന്ത്രിയുടെയോ അവരുടെയൊക്കെ ഉത്തരവാദിത്വം. മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് ബക്രീദും ആചരിക്കാം, റംസാനും ആചരിക്കാം. ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രശ്നമില്ല, ഹിന്ദുവിന് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കയ്യും കെട്ടിയിരുന്ന് ഗണപതിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ. അവരെന്നെ വിളിച്ചു പറഞ്ഞത് സാറിൻ്റെ പ്രാർത്ഥനയും സാറിൻ്റെ അനുഗ്രഹവും കൊണ്ടാണ് സാധിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അനുഗ്രഹിക്കുകയില്ല. കാരണം മള്ളിയൂർ തിരുമേനിയെ പോലെ പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനും കപ്പാസിറ്റി ഉള്ള ഒരു അവതാര പുരുഷൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനാരാ പ്രാർത്ഥിക്കാൻ? ഹോട്ടൽ സപ്ലയർ ഞാനാരാ നിങ്ങളെ അനുഗ്രഹിക്കാൻ? കത്തിജ്വലിച്ചുകൊണ്ട് പ്രവർത്തിക്കൂ. പ്രാർത്ഥിക്കലും അനുഗ്രഹിക്കലൊക്കെ നമുക്ക് പിന്നീടാവും. അവർക്ക് ഭയങ്കര രസമായി. ഞാൻ പറഞ്ഞ ഒരു പട്ടാളക്കാരനാവാൻ പറഞ്ഞു, പ്രതിരോധിച്ചാൽ. ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ ദാസനൊന്നുമല്ല, മരണം വരെ ഈ രാഷ്ട്രത്തിന് സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഉടനെ അവർ പറഞ്ഞു, സാറെന്ന പട്ടാളക്കാരൻ്റെ കൂട്ടത്തിൽ കൊച്ചു കൊച്ചു പട്ടാളക്കാരായിട്ട് ഞങ്ങളുണ്ട്. അവിടെയാണ് ഇവിടെ ഒരു സംശയവും ഇല്ല. എൻ്റെ ഏത് ഭാവമാണോ ആ ഭാവത്തിലാണ് നിങ്ങൾ മരണസമയത്ത് ചിന്തിക്കുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾ എത്തും. 3 സ്ഥലത്തുണ്ട്. കയറുകൊണ്ട് കെട്ടാൻ ദുര്യോധനൻ വന്നപ്പോൾ ദുര്യോധനൻ്റെ മുമ്പിൽ വിശ്വരൂപം കാണിച്ച എൻ്റെ ശ്രീകൃഷ്ണൻ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത്, കൃഷ്ണ എനിക്ക് നിന്റെ വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ ഭീഷ്മർക്ക് കാണിച്ചു കൊടുത്ത ശ്രീകൃഷ്ണൻ. ശിശുപാലൻ 100 പ്രാവശ്യം കൃഷ്ണനെ അവഹേളിച്ചു, 101ലേക്ക് കടന്നപ്പോഴത്തേക്ക് കഴുത്തറുത്ത ശ്രീകൃഷ്ണൻ. എന്താ 3 തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, ദുര്യോധനൻ കെട്ടാൻ വരുമ്പോൾ ദുര്യോധന നിനക്കെന്നെ കീഴടക്കാൻ സാധ്യമല്ല എന്ന് ബോധിപ്പിച്ച ശ്രീകൃഷ്ണൻ. ഭീഷ്മരുടെ മുമ്പിൽ നിന്ന് വിശ്വരൂപം കാണിച്ചപ്പോൾ ഞാൻ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി അർജുനനെ കൊണ്ട് അമ്പയിച്ച് അങ്ങയെ ശരശയിൽ കിടത്തിയെങ്കിലും കൃഷ്ണ എന്ന് വിളിച്ചാൽ ഞാൻ അവിടെ എത്തും. ആർക്കും ഒരു വിളിയിൽ പ്രാപ്യനായ ശ്രീകൃഷ്ണൻ. അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ശിശുപാലൻ്റെ അടുത്ത്
നീ അവഹേളിച്ചാൽ പരിധിക്കപ്പുറം സഹിച്ചോണ്ടിരിക്കില്ല, അടിച്ച് തകർത്തു പോകും. അതാണ് ഹിന്ദുക്കൾക്ക് ഇല്ലാതെ പോയത്. ഹിന്ദുവിനെ അവഹേളിക്കാൻ ഏതു കുറുക്കനും ചെന്നായ്ക്കും കഴുതപ്പുലിക്കും സാധിക്കുമ്പോൾ ഈ കൃഷ്ണനെയാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. പരിധി കടന്നാൽ അടിച്ചു തെറിപ്പിക്കുമെന്ന ശ്രീകൃഷ്ണനെ. ആ ശിശുപാലനെ അങ്ങ് തീർത്ത കൃഷ്ണനെയാണ് ഞാൻ മരിക്കുമ്പോഴത്തേക്കും ചിന്തിക്കാൻ പോകുന്നത്. അടുത്തത് 8-ാം അധ്യായത്തിലെ 6-ാമത്തെ വരി. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ഇനി കൃഷ്ണന്റെ മാത്രം കാര്യമല്ല. യം യം വാപി സ്മരൻ ഭാവം, ഏതേത് ഭാവത്തിലാണോ നിങ്ങൾ, ഏതേത് ദൈവത്തെയാണോ മരണസമയത്ത് നിങ്ങൾ സ്മരിച്ചുകൊണ്ട് ത്യജതി അന്തേ കളേവരം, അന്ത്യകാലത്തിൽ നിങ്ങളുടെ ആത്മാവ് ശരീരം വിടുന്നത്, അത് കഴുതയെ കുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കഴുതയായിത്തീരും. അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ കുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അതായിത്തീരും. അല്ലെങ്കിൽ അത് പിടിച്ചോണ്ട് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവനായിത്തീരും. അല്ല വേറെ എന്തെങ്കിലുമാണ്, കാറൽ മാർക്സിനെ കുറിച്ചിട്ടാണെങ്കിൽ ഒരു പ്രയോജനം ഇല്ലാത്തൊരു ജന്മം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഏത് ഭാവത്തിൽ ആരെയാണോ ഏതിനെയാണോ മരണകാലത്ത് ഏത് ഭാവത്തിൽ, ഓർമ്മിക്കുക, ആരെയെന്നല്ല ഏതിനെ ആയാലും ഏത് ഭാവത്തിലാണോ നിങ്ങൾ അന്ത്യകാലത്ത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തെ ഉപേക്ഷിച്ചു പോകുന്ന തം തം ഏവ ഏതി കൗന്ദേയ തം തമേവൈതി, അതേ ഭാവത്തിലേക്ക് അല്ലയോ കുന്തിപുത്ര ആ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന ആത്മാവിന് അടുത്ത ജന്മത്തിലേക്ക് പ്രാപിക്കാൻ സാധിക്കും. ഞാൻ ഭരതന്മാന്റെ പറഞ്ഞല്ലോ കഥ. ഭരതന്മാനാവാൻ കാരണം മാനിനെ ചിന്തിച്ച് വേദനിച്ചുകൊണ്ട് അദ്ദേഹം പോയത്. നല്ലൊരു കഥയാ, പ്രൂഫൊന്നും ഇല്ല നമുക്ക്. മരിക്കുന്ന സമയത്ത് ആരെയൊക്കെയോ ചിന്തിച്ചു പോയത് അതേ രൂപമാവുമെന്ന് പ്രൂഫൊന്നുമില്ല. പക്ഷെ നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ മക്കളെ കണ്ടാൽ ഏതാണ്ട് മനസ്സിലാക്കാം. കഴിഞ്ഞ ജന്മത്തിൽ ഗതികിട്ട പ്രേതങ്ങളെ പോലെ ജീവിച്ചവര് ഈ ജന്മത്തിൽ അതിനേക്കാൾ ഗതികെട്ട ലെവലിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണില്ല. മായാമോഹങ്ങൾ കൊണ്ട് അടിച്ചു മാറ്റലൊക്കെ നടത്തി നമ്മുടെ സംസ്കാരത്തെയും രാഷ്ട്രത്തെയൊക്കെ തകർക്കാൻ വേണ്ടി ജന്മമെടുത്തവർ കഴിഞ്ഞ ജന്മം തുടങ്ങി വെച്ച കാര്യമാണ് ഈ ജന്മത്തിൽ തുടരുന്നത് നോക്കാം. തം തമേ വൈദികൗന്ദേയ സദാ തത് ഭാവഭാവിത. സദ് ഭാവം എന്ന് വെച്ചാൽ നന്നായേനെ. തത് ഭാവം, ഏത് ഭാവത്തിലാണോ, കഴുതയുടെ ഭാവത്തിലാണ് എങ്കിൽ കഴുതയായിത്തീരും. അപ്പോൾ നിങ്ങൾ മരണകാലത്ത് ഏത് ഭാവത്തിലാണോ എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട്. അപ്പോൾ ഈശ്വരനെ കഴുതയായിട്ടാണെങ്കിൽ കഴുതയായിത്തീരും, കുറുക്കനായിട്ടാണെങ്കിൽ കുറുക്കനായിത്തീരും, ഏത് ഒട്ടകമായിട്ടാണെങ്കിൽ ഒട്ടകമായിത്തീരും. അങ്ങനെ കുറേ അധികം. ഇത് വിവരിക്കുന്നത് സത്യമാണ്, കേൾക്കുമ്പോൾ തമാശാണെന്ന് തോന്നും. കാരണം ആ ഭാവത്തിൽ തത് ഭാവഭാവിത, അതിൻ്റെ അർത്ഥം എന്താ? ഏത് ഭാവത്തിലുള്ളതിനെയാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നത് ആ ഭാവത്തിലേക്ക് എത്തിച്ചേരും. അടുത്തത് 8-ാം അധ്യായത്തിലെ 7-ാമത്തെ. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യജ. ഇതിനിടയ്ക്ക് കയറി യുദ്ധത്തെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നത് കേട്ടില്ലേ? എന്താ കാരണം? നിങ്ങൾ ആരോട് എന്ത് കാര്യം പറയുകയാണെങ്കിലും അതൊരു ബിസിനസ്സിനെ കുറിച്ചാണെങ്കിൽ തത്വശാസ്ത്രങ്ങൾ പറയുന്നതിനിടയ്ക്ക് ബിസിനസ്സിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പരീക്ഷയെക്കുറിച്ച്, എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ പലതും വിവരിക്കുന്നതിനിടയ്ക്ക് ഈ ഉപദേശങ്ങളെല്ലാം എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്ന കുട്ടിയുടെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഉപദേശമാണെന്ന് ഓർമ്മിപ്പിക്കണം. കൃഷ്ണൻ അതെല്ലാ അധ്യായത്തിലും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം യുദ്ധക്ഷേത്രത്തിൽ കുറേ തത്വശാസ്ത്രങ്ങളും അതിഭൂതം, അതിയജ്ഞം, അതിദൈവം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം അർജുനൻ ഞാനിവിടെ നിൽക്കുന്നത് യുദ്ധക്ഷേത്രത്തിലാണെങ്കിലും യുദ്ധം ചെയ്യേണ്ടതാണെന്നുള്ളത് മറക്കരുതല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അതാണ് മാനേജറുടെ, ലീഡറുടെ, ടീച്ചറുടെ, അമ്മയുടെ, അച്ഛൻ്റെ എഫക്റ്റീവ് സ്പീച്ച്. എഫിഷ്യൻ്റ് സ്പീച്ച് അല്ല, എഫക്റ്റീവ് സ്പീച്ച്. അതാണ് എഫക്റ്റീവായിട്ടുള്ളത്. അതാണ് ഏതാണ്? തസ്മാത് സർവേഷു കാലേഷു. നീ കഴുതയെയും കഴുതപ്പുലിയെയും അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെയും മറ്റൊന്നിനെയും, കൈപ്പത്തിയെയും താമരയെയും ഒന്നും
ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ, എന്നിട്ട് പിന്നെ അവിടെ പോവേണ്ടി വരും, വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഏതാന്ന് എങ്ങനെയാ അറിയാം? അതുകൊണ്ട് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച, എല്ലാ കാലത്തിലും എന്നെ തന്നെ. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, മരിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ്. കാരണം എല്ലാ സമയത്തും നീ എന്നെ തന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ മദ്ഭാവഭാവികം, മദ്ഭാവം, എൻ്റെ ഭാവത്തിൽ തന്നെ വേണം നീ എന്നെ ചിന്തിക്കാൻ. കാരണം നിനക്കിപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണനല്ല, നിറന്ന പീലികൾ നിരക്കവേ കുത്തി, അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണനല്ല ഞാൻ. മറിച്ച് ചങ്കൂറ്റത്തോടുകൂടി ധർമ്മത്തെ സംരക്ഷിക്കാൻ, യുദ്ധം ചെയ്യാൻ പറയുന്ന ആ ഭാവത്തിലുള്ള കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച മയി അർപ്പിതം. അർത്ഥം മനസ്സിലായല്ലോ? എന്നിൽ അർപ്പിച്ച മനോബുദ്ധി, എന്നിൽ അർപ്പിച്ച മനസ്സ്, എന്നിൽ അർപ്പിച്ച ബുദ്ധി, മാമേ വൈശ്യസ്യ സംശയ. അങ്ങനെ നീ ചെയ്താൽ എന്നിലേക്ക് തന്നെ നീ എത്തും. ഏഷ്യസി, എത്തുന്നു, അസംശയം, ഒരു സംശയമില്ല. സർട്ടിഫൈഡ് ആണ് ഞാൻ, ഗ്യാരണ്ടീഡ്, സീലാണ്. സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച. ഈ യുദ്ധം കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധം മാത്രമായിരിക്കണം എന്നില്ല. ഏത് യുദ്ധവും, എൻട്രൻസ് എക്സാമിനേഷൻ എന്ന യുദ്ധം PSC ടെസ്റ്റ് മാത്രമല്ല, അത് കോളേജിൽ 0 മാർക്ക് കിട്ടിയവന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നതാണ്. അവിടെ കൃഷ്ണൻ വിചാരിച്ചാൽ പോലും നന്നാക്കാൻ പറ്റില്ല ഈ ദുഷ്ടജന്മങ്ങളെ. അത് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണെങ്കിലും, ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും, ഒരു പരീക്ഷ എഴുതലാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു വീട് വെക്കുന്ന യുദ്ധം മനസ്സിൽ, അല്ലെങ്കിൽ വിവാഹമാണെങ്കിലും, ആ യുദ്ധത്തിലെല്ലാം ആരെങ്കിലും തോൽപ്പിക്കാനും ജയിക്കാനും അല്ല, നിലനിൽക്കാൻ. ആ യുദ്ധത്തിലെല്ലാത്തിലും മാം അനുസ്മര, എന്നെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. സാധിക്കുമെങ്കിൽ നല്ലതാ. വേറെ എന്തിനും ആവശ്യമില്ലാതെ നന്ദനം എന്ന സിനിമയിലെ കുമ്പിടിയെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ബാലാമണി പൂജിച്ച ആ ചിത്രത്തെ ആലോചിച്ചാൽ പോരെ. കുമ്പിടിയെക്കുറിച്ച് ആലോചിക്കേണ്ടതെന്നൊന്നുമില്ല, ഡബിളാണെന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടല്ലോ. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ അസംശയം. മാം ഏവ ഐഷ്യസി. ഏഷ്യസി എന്ന് വെച്ചാൽ എത്തിച്ചേരുന്നു, നീ എത്തിച്ചേരുന്നു, ഒരു സംശയവും ഇല്ല എന്നർത്ഥം. 8-ാം അധ്യായത്തിലെ 8-ാമത്തെ വരി, അഭ്യാസയോഗയുക്തേന. അർത്ഥം മനസ്സിലായല്ലോ? അഭ്യാസം, നിരന്തരമായിട്ടുള്ള എക്സർസൈസ്, യോഗം. എന്താ അതിൻ്റെ അർത്ഥം? മനസ്സ് ഈശ്വര കൃഷ്ണനിലേക്ക് അങ്ങോട്ട് യോഗം ചെയ്യാം. മനസ്സ് കൃഷ്ണനുമായിട്ട് കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും ഭക്തിയോഗമായാലും അങ്ങ് മിക്സിംഗ് ആവാം, കൃഷ്ണനിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരാം. അഭ്യാസ യോഗയുക്തേന, 100% പറ്റിയില്ലെങ്കിലും യുക്തമായ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അത് നെഗറ്റീവ് ആക്കാം. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ നെഗറ്റീവാ, അക്കോമഡേഷൻ. അഭ്യാസത്തിലൂടെ കൃഷ്ണനുമായിട്ട് യോഗം ചെയ്യാം. ചേതസാ യോഗയുക്തേന, മനസ്സുകൊണ്ട്. ന അന്യഗാമിന, ന അരുത്, അന്യം മറ്റൊന്ന്, ഗാമിന പോകരുത്, മറ്റൊന്നിലേക്കും പോകാതെ അഭ്യാസയോഗേന, നിരന്തരമുള്ള അഭ്യാസം കൊണ്ട്, മനസ്സുകൊണ്ടുള്ള അഭ്യാസമാണ്, ശരീരം കൊണ്ടുള്ള എക്സർസൈസ് അല്ല. പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥ അനുചിന്തയൻ. നീ ചിന്തിച്ചു നോക്കാം, നിനക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്താ? പരമം പുരുഷം ദിവ്യം സഹ യാതി, പരമമായ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിലേക്ക് അവരെത്തും. എങ്ങനെ? അഭ്യാസ യോഗയുക്തേന ന അന്യഗാമിന ചേതസ, മറ്റൊന്നും ചിന്തിക്കാതെ നിരന്തരം അഭ്യസിച്ച വ്യക്തിക്ക് മരണസമയത്തും ഇത് ഓട്ടോമാറ്റിക്കലി വരും. എൻ്റെ വല്യച്ഛൻ മരിക്കുമ്പോൾ, വല്യച്ഛൻ ചെറുപ്പത്തിൽ വേദം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നതാണ് ഞാൻ. എന്നെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ആ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. നാക്കിങ്ങനെ നമുക്ക് കേൾക്കാം, ചെവി വളരെ അടുത്ത് പിടിച്ചാൽ ഭയങ്കര സ്പീഡിൽ മരണത്തിൻ്റെ ലാസ്റ്റ് ആ വേദം ചൊല്ലിക്കൊണ്ടേയിരുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. മരണത്തിന് കുറേ മുമ്പ് എൻ്റെ അച്ഛൻ നാരായണ 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 ചൊല്ലിക്കൊണ്ടിരുന്നു. മരണം അടുത്തപ്പോഴത്തേക്കില്ല.
അപ്പോൾ ആ നിരന്തരമുള്ള ട്രെയിനിങ് ആണ് നമ്മളെ അഭ്യാസയോഗയുക്തേന ചേതസ അന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി. പരമമായ പുരുഷ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിലേക്ക് അവരെത്തുന്നു. അല്ലയോ പാർത്ഥ അനുചിന്തയൻ, അവർ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവർക്കെത്തും. അർത്ഥം മനസ്സിലായല്ലോ? മരണസമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നേരത്തെയും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചിന്ത കണ്ടിന്യൂസ് പ്രോസസ്സ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലൂടെ സാധിക്കും. വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല അത്. 9 കവിം പുരാണം അനുശാസിതാരാമണോരണീയാൻ സമനുസ്മരേദ്യ സർവസ്യ ധാതാരം അചിന്യരൂപം ആദിത്യവർണം തമസപരസ്താ. ഇതിനെ ഞാൻ തിരിച്ചൊന്ന് വിവരിക്കാം, അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ആദിത്യവർണം തമസപരസ്താത്. തമസ ഇരുട്ടിനെ, പരസ്താത് അതിജീവിക്കുന്ന, ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന ആദിത്യവർണം, സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന, ഇരുട്ടില്ലാതെയാക്കി സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന സർവസ്യ ധാതാരം അചിന്യരൂപം, ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന ആ സൂര്യപ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്ന സർവസ്യ ധാതാരം, എല്ലാത്തിൻ്റെയും ആധാരമായ, ധാതാരം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, ചിന്തിക്കാൻ സാധിക്കാത്ത രൂപം, എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന, ചിന്താതീതമായ, ഇരുട്ടിനെ അകറ്റുന്ന ആദിത്യ രൂപം. അണോരണീയാംസമനുസ്മരേദ്യ, അണുവിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവില് അണുത്വ ചൈതന്യം കൊടുക്കുന്ന ആ ചൈതന്യത്തെ അനുസ്മരേദ്യ, അതിനെ അനുസ്മരിച്ചുകൊണ്ട്, ഒരു ചെറിയ അണുവിന് പോലും അണുവിൻ്റെ ചൈതന്യം കൊടുക്കുന്ന ആ ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട്, അതേ ചൈതന്യം സർവസ്യ ധാതാരം അചിന്യ രൂപം, എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന, ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ആ രൂപത്തെ, ആദിത്യവർണം സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന ആ രൂപത്തെ തമസപരസ്ത, മനസ്സിനകത്തുള്ള ഇഗ്നോറൻസ്, മനസ്സിനകത്തുള്ള ഇരുട്ടിനെ മുഴുവൻ, അജ്ഞത മുഴുവനും മാറ്റുന്ന അതിനെ കവിം പുരാണം അനുശാസിതാര. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അനുശാസിതാര പുരാണം, അതീവ പണ്ട് കാലം മുതൽക്ക് തന്നെ കവികൾ, വേദമറിയുന്നവര് വിവരിച്ചിരിക്കുന്ന, കവി എന്ന് പറഞ്ഞാൽ വേദമറിയുന്നവരാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത, കേട്ടിട്ടുണ്ടല്ലോ? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. അതിന്റെ അടുത്ത വരി എന്താ അറിയാമോ? ക്ഷുരസ്യ ധാരാ നിശിതാതുരത്യയാ ദുർഗം പദസ്തത് കവയോ വദന്തി. ശ്രീ കഠോപനിഷത്തിലെ യമധർമ്മരാജാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, നചികേതസൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വരിയാണ്, വിവേകാനന്ദൻ നിരന്തരം കോട്ട് ചെയ്ത വരിയാണ്. രണ്ടാമത്തെ പാർട്ടിന്റെ അർത്ഥം എന്താണ്? ശരിക്ക് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ, ക്ഷുരസ്യ ധാര. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാർബറുടെ കയ്യിലുള്ള കത്തിയുടെ, ബാർബർ ഷേവ് ചെയ്യുന്ന, തലമുടി വെട്ടുന്ന ആ വ്യക്തിയുടെ കയ്യിലുള്ള കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തു കൂടെ നടക്കുന്നത് എത്രത്തോളം ദുഷ്കരമാണോ, അത്രയും തന്നെ ദുഷ്കരമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നുള്ളത് ജീവിതത്തിൽ പകർത്തുക എന്ന് വേദമറിയുന്ന കവികൾ പറയുന്നു. കവയോ വദന്തി, പ്ലൂരലാണ്. ആ കവി പുരാതന കാലം മുതൽക്ക് അനുശാസിതാര, 2-3 അർത്ഥമുണ്ട്. അനുശാസിക്കാനായിട്ട് നിർദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ കവികൾ ഫോളോ ചെയ്യുന്ന, കവികളുടെ ജീവചൈതന്യത്തിന് ആധാരമായ ആ ചൈതന്യം. ഏത് ചൈതന്യം? അണോരണീയാംസമനുസ്മരേദ്യ, അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിന്, ആ അണുവിന് ചൈതന്യം നൽകുന്ന ആ ശക്തി. സർവസ്യ ധാതാരം അചിന്തിരും, എല്ലാത്തിനും സപ്പോർട്ടിംഗ് ആയിട്ട് നിലനിൽക്കുന്ന, ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ശക്തി. ആദിത്യവർണം സൂര്യപ്രകാശത്തെ പോലെ തിളങ്ങി നമ്മുടെ മനസ്സിനകത്തുള്ള ഇരുട്ടിനെ അകറ്റുന്ന ആ ശക്തി. അതിനെ ചിന്തിച്ചുകൊണ്ടും നിനക്ക് വേണമെങ്കിൽ ഈ ലോകത്ത് നിന്ന് യാത്രയാകാം. ചിലപ്പോൾ മാം അനുസ്മര യുദ്ധ്യജ എന്ന് പറയുന്നതിൽ ഒരു ക്ലോസ് കൂടി കൃഷ്ണൻ വെച്ചു കൊടുക്കുന്നുണ്ട്.
ചിലപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ നീ മരിച്ചു എന്ന് വരും, വീരമൃത്യു വരിച്ചു എന്ന് വരും. അപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. നീ ജയിക്കും, നീ രാജാവാകുമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതിൽ എന്തൊക്കെ അർത്ഥമാണെന്ന് നോക്കിയേ. ഇത് നല്ലൊരു വരിയാ. നല്ലൊരു വരി എന്ന് വെച്ചാൽ ആ വരി രാഗത്തിൽ ചൊല്ലുമ്പോൾ നല്ല കവിം പുരാണമനുശാസിതാര മനോരണീയാംസമനുസ്മരേദ്യ സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസപരസ്താത്. അങ്ങനെ കൈകൂപ്പി ചൊല്ലാനുള്ള ഒരു നല്ല രസമാണ്. അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയാൽ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിനും എല്ലാത്തിലും ആധാരമായിക്കൊണ്ടും സപ്പോർട്ടിങ് ആയിക്കൊണ്ടും നിലനിൽക്കുന്ന ചൈതന്യത്തിനും മനസ്സിനകത്തെ ഇരുട്ട് എല്ലാം അകറ്റുന്നതുമായ ആ ചൈതന്യത്തെ വേദപണ്ഡിതന്മാരായ മഹാകവികൾ വളരെ പണ്ട് മുതൽക്ക് തന്നെ വിവരിച്ചിരിക്കുന്നതും അനുശാസിച്ചിരിക്കുന്നതും ഉൾക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആ ചൈതന്യത്തിൻ്റെ മുമ്പിൽ ഞാനിതാ നിന്നുകൊണ്ട് ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല രസമുണ്ടില്ലേ? അതാണ് യഥാർത്ഥത്തിൽ ശ്ലോകം 10, 8-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. പ്രയാണകാലേ, പോവണ്ടേ നമുക്കെല്ലാവർക്കും ഈ ശരീരം വിട്ടു പോകണം ഒരു ദിവസം. അതെന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും അറിയാം. ഡേറ്റ് ഓഫ് ഡെത്ത് കയ്യിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഈന്തപ്പഴത്തിനകത്ത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയും. ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതി കൊടുത്താൽ ഉറപ്പ് മുഖ്യമന്ത്രിയും പറയും, എല്ലാവരും പറയും. ഈ മന്ത്രിമാരുടെ മക്കളും എല്ലാം സത്യം പറയും. എന്തൊക്കെയാണ് ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതി കൊടുക്കണം. അത് NIAക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല, CBIക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല, ഇന്റർപോളിന് എഴുതി കൊടുക്കാൻ പറ്റില്ല, എൻഫോഴ്സ് ഡയറക്ടറേറ്റിന് എഴുതി കൊടുക്കാൻ പറ്റില്ല, കസ്റ്റംസുകാർക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല, മിലിറ്ററിക്കാർക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല, റോക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല, ഇൻകം ടാക്സിനും ഇൻകം ടാക്സ് ഓഫീസർക്കും ഇൻകം ടാക്സിലെ എൻഫോഴ്സ്മെന്റിനും എഴുതി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആർക്കാ എഴുതി കൊടുക്കാൻ പറ്റുക? ആർക്കും എഴുതി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ വിലസുന്നത്. എത്ര വർഗീയത കത്തി ജ്വലിച്ചുകൊണ്ട് പറഞ്ഞിട്ടും അടുത്ത 5 വർഷവും കൂടി ഈ നാടിനെ മൊത്തത്തിൽ കുത്തുവാള എടുപ്പിക്കാനുള്ള ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ കാരണം ഡേറ്റ് ഓഫ് ഡെത്ത് കയ്യിലില്ല. ഡേറ്റ് ഓഫ് ഡെത്ത് കയ്യിലില്ല. അതുകൂടി എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഈ നെകളിപ്പ് നിൽക്കുമായിരുന്നു. പ്രയാണകാലേ മനസാചലേന, മരിക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് ഇങ്ങനെ ചലിക്കുക. ഭക്തിയായുക്തോ യോഗബലേന ചെയ്വ, പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടുകൂടി, ഭക്തിയോടുകൂടി ചേർന്ന് എന്നുള്ളതാണ് ഭക്തിയായുക്തോ. യോഗബലേന ചെയ്വ, യോഗബലേന ആ ഈശ്വരനുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു ബലമുണ്ട്. സ്ട്രെങ്ത് വിത്ത് ദ ഗോഡ്. യോഗബലേന ചെയ്വ, അങ്ങനെ ഭക്തി, ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി. ഭക്തിയായുക്തോ, യുക്തമായ ഭക്തി, ഭക്തിയോടുകൂടി ചേർന്ന് യോഗബലേന, കർമ്മയോഗമാവാം, ജ്ഞാനയോഗമാകാം, ഈശ്വരനുമായിട്ടുള്ള യോഗമാവാം. അതിൻ്റെ ഫലം കൊണ്ട് പ്രയാണകാലേ മനസാചലേന, ജീവിതത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സുകൊണ്ട് ചലിക്കുക. മുമ്പോട്ടുള്ള പ്രയാണം ചരൈവേദി ചരൈവേദി ചരൈവേദി, അതായത് ലാസ്റ്റ് മൊമെന്റിലേക്ക് പോവാണ്, അവസാന നിമിഷത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഭക്തിയോടുകൂടി നമ്മൾ മനസ്സ് നിലനിർത്തുക, യോഗബലത്തോടുകൂടി നിലനിർത്തുക. ബ്രുവോർ മധ്യേ പ്രാണമാവേശ്യ സമ്യക്. നമുക്ക് പറ്റില്ല, നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ട. 2 പുരികങ്ങൾക്കിടയ്ക്ക് നമ്മുടെ ജീവചൈതന്യത്തെ ആവാഹിച്ച് നിർത്തുക. പറ്റണ കാര്യമല്ല, അതുകൊണ്ട് അത് ചെയ്യണ്ട. മറ്റേത് 2 ആവാം. ഏതാ? അടുത്തും കൂടി സതം പരം പുരുഷം ഉപൈതി ദിവ്യം. അങ്ങനെ ബ്രുവോർ മധ്യ, ഈ മധ്യത്തിൽ ഈ പോയിന്റില് പ്രാണത്തിനെ ആവാഹിച്ച്, പ്രാണചൈതന്യത്തെ ആവാഹിച്ച് ആരാണോ നിലനിൽക്കുന്നത് അവന് പരമം പുരുഷം, പ്രപഞ്ച പുരുഷ ചൈതന്യത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടില്ല. അവിടേക്ക് നിങ്ങൾ എത്തണ്ട, നമുക്ക് തിരിച്ചു വരണം. ഇനി അടുത്ത വർഷം വർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ അടുത്ത ജന്മത്തിൽ കുറേ ചെയ്യാനുണ്ട്. ഈ ജന്മത്തിൽ ഭീരുക്കളായിട്ട് നമ്മുടെ ജന്മത്തിലെ കുറേ കാര്യം നമ്മൾ കളഞ്ഞു. ഭീരുക്കളായിട്ട് ഊർജം കളഞ്ഞു, സമയം കളഞ്ഞു, ജന്മം കളഞ്ഞു, അറിവ് കളഞ്ഞു, സമ്പത്ത് കളഞ്ഞു. ഭീരുക്കളായിട്ട്
അടുത്ത ജന്മത്തിൽ ഇതെല്ലാം മാറ്റി കത്തി ജ്വലിക്കുന്ന ഒരു ഭാവരാഗ താളമുള്ള ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ പരമപുരുഷന്റെ അടുത്തേക്കൊന്നും പോവണ്ട, കൃഷ്ണന്റെ അടുത്തേക്ക് പോയിക്കോളൂ. കാരണം കൃഷ്ണൻ മരണമില്ലാത്ത സന്ദേശങ്ങൾ തന്ന പാർട്ടിയാണ്. അതോടെ കൃഷ്ണൻ എക്കാലവും എല്ലാവരുടെ മനസ്സിലുണ്ട്, നമ്മളും എക്കാലവും എല്ലാവരുടെ മനസ്സിലുണ്ടാകത്തക്ക വിധത്തിൽ മുമ്പോട്ട് പോവുക. അപ്പൊ പ്രയാണകാലേ മനസ്സാചലേന, മരണസമയത്ത് മനസ്സുകൊണ്ട് ചലിക്കുക. ആ മനസ്സിൽ എന്തുണ്ടാവണം? മനസ്സിൽ ഭക്തിയായുക്തോ, മനസ്സിൽ ഭക്തി ഉണ്ടാവണം, യോഗബലം മനസ്സിലുണ്ടാകണം. പിന്നെ അതോടുകൂടിയൊക്കെ നിങ്ങൾ മരിക്കാൻ പൊക്കോളൂ. പക്ഷേ അടുത്തത് ചെയ്യാൻ ശ്രമിക്കേണ്ട, പറ്റില്ല, വെറുതെ വാചകടിച്ചിട്ട് കാര്യമില്ല. ഭ്രുവോർ മധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. ദിവ്യമായ ആ പ്രപഞ്ചപുരുഷ ചൈതന്യത്തിലേക്ക് പോകാൻ ഈ ഭാഗത്തിലേക്ക് നിങ്ങളുടെ പ്രാണനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മരണത്തിലേക്ക് കടന്നു പോവുക. രണ്ടാമത്തെ പാർട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണ്ട. അടുത്തത് ശ്ലോകം 11. യദക്ഷരം വേദവിദോ വദന്തി. ഇതിന് വലിയ അർത്ഥമുണ്ട് കേട്ടോ. യദക്ഷരം, ഏത് നാശഹീനമായ ഒന്നിനെയാണോ, അക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇല്ലേ, അക്ഷയം അക്ഷതം അക്ഷരം. യദക്ഷരം, ഏതൊന്നാണോ നാശമില്ലാത്തതായിട്ടുള്ളത് അർജുന, യദക്ഷരം വേദവിദോ വദന്തി, വേദമറിയുന്നവർ പറയുന്നു. വേദമറിയുന്നവർ പറയുന്നു. എന്താ പറയുന്നത്? നമസ്തേ രുദ്രമന്യവബുദോദൈഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ, യാതയിഷു ശിവതമാ ശിവം ബഭൂവ തേ ധനുഃ, ശിവാശരവ്യായാതവതയാനോ രുദ്രമൃഡയാ, യാതേ രുദ്ര ശിവാതനൂരഘോരാ പാപകാശിനി, തയാനസ്തനുവാചന്ദമയാ ഗിരിശന്ദാഭിചാകശീഃ, യാമിഷും ഗിരിശന്ദഹസ്തേ വിവർഷ്യസ്തവേ, ശിവാം ഗിരിത്രതാം കുരു മാഹി കിംസി പുരുഷം ജഗത്, ശിവേന വചസാ ത്വാ ഗിരിശാച്ഛാവദാമസി. വേദമറിയുന്നവർ പറയുന്നത് എന്താണ്? യദക്ഷരം. രണ്ടർത്ഥമുണ്ട് അതിൽ. നമുക്ക് അങ്ങനെയും കൂടി നമ്മൾ പഠിക്കണം. നാശഹീനമായ ഏതൊന്നിനെ കുറിച്ചിട്ടാണോ വേദമറിയുന്നവർ പറയുന്നത്, അതൊരു വരി. മറ്റൊന്നെന്താണ്? വേദത്തിലുള്ള അക്ഷരങ്ങൾ ചേർന്ന വാക്കുകളിലൂടെ ഏതൊന്നാണോ വേദമറിയുന്നവർ പറയുന്നത്. അർത്ഥം മനസ്സിലായല്ലോ? അക്ഷരങ്ങൾ 3,97,556 അക്ഷരങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. 1,93,516 വാക്കുകളാണ് ഋഗ്വേദത്തിലുള്ളത്. 11,550 ഋക്കുകളാണ് ഉള്ളത്. അപ്പൊ അക്ഷരങ്ങൾ ചേർന്ന, വാക്കുകൾ ചേർന്ന, ഋക്കുകൾ ചേർന്ന വേദമന്ത്രങ്ങളുടെ സൂക്തങ്ങളിലൂടെ വേദവിദോ, വേദമറിയുന്നവര് എന്താണോ നിങ്ങളോട് പറയുന്നത് എന്ന് വേറൊരർത്ഥം. മറ്റൊരർത്ഥം, വേദമറിയുന്നവര് നാശഹീനമായ ഏതൊന്നിനെ കുറിച്ചാണോ പറയുന്നത്, വിശന്തി യതയോ വീതരാഗ. വീതരാഗ, ബന്ധനമില്ലാത്ത യതയോ, യതിമാര്, ഋഷിമാര്, മഹാഋഷിമാര്. ബന്ധനമില്ലാതെ, രാഗം ബന്ധനം, ബന്ധനമില്ലാത്ത ആ ഋഷിമാര് യതയോ, ഏതൊരു യതികളാണോ വിശന്തി, അങ്ങനെ പ്രയാണം ചെയ്യുന്നു. അങ്ങനെ പ്രയാണം ചെയ്യുന്നു. വിശന്തി, പ്രയാണം ചെയ്യുന്നു. വീതരാഗ, ഏതൊന്നിലാണോ അവരിങ്ങനെ എത്തിച്ചേരുന്നത്. യതി ഇച്ഛന്തോ, അവരെന്താണോ ആഗ്രഹിക്കുന്നത്. ആരാണ്? വേദവിദോ, വേദമറിയുന്ന യതികള്, ഋഷിമാര്. നിങ്ങൾ വേദം പഠിക്കണം കേട്ടോ. ലിങ്കുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ശരിക്ക് iish.org/rig RIG-വേദ/ ഋഗ്വേദം മുഴുവനും കിട്ടും. iish.org/sama-veda/ സമവേദം മുഴുവനും കിട്ടും. 4,000-5,000 രൂപയാണ് ഒരു വേദം വാങ്ങിക്കാനായിട്ട് മോത്തിലാൽ ബനാറസിദാസിൽ പോയാൽ. ഇത് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോഴും, ഉറങ്ങാൻ പോകുമ്പോഴും, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുക. നല്ല മാറ്റം വരും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നല്ല മാറ്റം വരും. ഋഗ്വേദം കേൾക്കാം. അതുപോലെ iish.org/
കൃഷ്ണ, എല്ലാ സ്മോൾ ലെറ്റർ ആണ്. കൃഷ്ണ ഡാഷ് യജുർ ഡാഷ് വേദ, കൃഷ്ണ യജുർവേദം. കൃഷ്ണ KRISHNA ഡാഷ് YAJUR ഡാഷ് വേദ സ്ലാഷ്. വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇങ്ങനെ വേദം കൺമുമ്പിൽ തന്നിട്ടുണ്ട് ജഗതീശ്വരൻ. പണ്ടൊക്കെ ഒരു വേദപുസ്തകം കിട്ടാന്ന് പറയാൻ എന്തൊരു ബുദ്ധിമുട്ടറിയോ. അപ്പൊ യദക്ഷരം വേദ വിദോ വദന്തി, ഏതൊരു നാശഹീനമായ ഒന്നിനെയാണോ വേദം അറിയുന്നവർ പറയുന്നത്, അതല്ലെങ്കിൽ വേദം അറിയുന്നവര് ആ വേദത്തിലെ അക്ഷരങ്ങൾ ചേർന്ന, വാക്കുകൾ ചേർന്ന, റിക്കുകൾ ചേർന്ന മന്ത്രങ്ങളിലൂടെ എന്താണോ പറയുന്നത്, യഥയോ വീതരാഗ, ബന്ധനമില്ലാത്ത യതിമാര്, ഋഷിമാര് ഏതൊന്നിലാണോ വിലസുന്നത്, ഇതിങ്ങനെ പഠിച്ച് അതിൽ ആനന്ദിക്കുന്നത്, യതിച്ഛന്തോ, എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, ബ്രഹ്മചര്യം ചരന്തി. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായിട്ടുള്ള വാക്കാണ് ബ്രഹ്മചാരിയായിട്ട് അവർ ചരിക്കുന്നു എന്ന്. അതല്ല ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പലരും തെറ്റായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പരമമായ സത്യം അർത്ഥമൊന്നുമില്ല. ഇങ്ങനത്തെ ഉള്ള അർത്ഥം എടുത്താൽ നന്നായിരിക്കുന്ന അർത്ഥമേ ഉള്ളൂ. ബ്രഹ്മചര്യം പരമമായ ലക്ഷ്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രയാണം, പരമമായ സത്യത്തെക്കുറിച്ച്, പരമമായ ജ്ഞാനത്തെക്കുറിച്ച്, പരമമായ ഭക്തിയെക്കുറിച്ച്, പരമമായ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു പ്രയാണം. ചര്യം 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിക്കൽ, വാക്കിംഗ് അല്ലേ? ചരൈവേദി 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 എന്ന് വെച്ചാൽ ഇങ്ങനെ പോവാ. തതക്കിം, ശങ്കരാചാര്യ ചോദിച്ചതാ, തതക്കിം, ഇനി എന്ത്? NIA ചോദിച്ചത്, മുഖ്യമന്ത്രിയോടുമല്ല ചോദിച്ചത്, ഋഷിമാരോടാ ചോദിച്ചത്. ഇനി എന്ത്, ഇനി എന്ത്, ഇനി എന്ത്? തതക്കിം തതക്കിം. ഓർമ്മിച്ച, യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത് തേ പദം സംഗ്രഹേണ പ്രവിക്ഷേ. അർജുനൻ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി കൃഷ്ണൻ പറയാം. എന്തേ കാരണം? അർജുനൻ ഇതറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അർജുനൻ ഇതറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മൾ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, താല്പര്യമില്ലാത്തവനെ പഠിപ്പിക്കരുത്, അറിവില്ലാത്തവൻ്റെ അടുത്ത് പഠിക്കാൻ പോകരുത്. അതുപോലെ തന്നെ ഒരു തരത്തിലും സംശയാത്മാ വിനശ്യതി, സംശയിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ കൂടെ നടക്കരുത്. താല്പര്യമില്ലാത്തവനെ പഠിപ്പിക്കരുത്, അറിവില്ലാത്തവൻ്റെ അടുത്ത് പഠിക്കാൻ പോകരുത്, എല്ലാത്തിനും സംശയിക്കുന്നവൻ്റെ കൂടെ നടക്കരുത്, ചത്തു നശിച്ചു. ഇത് കൃഷ്ണനോട് അർജുനൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. യുദ്ധക്ഷേത്രമാണെന്ന് പോലും പാർട്ടി മറന്നുപോയി. അങ്ങനെ മറന്നുപോയ ആ അർജുനൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, യദക്ഷരം വേദവിദോ വദന്തി, വേദമറിയുന്നവര് അക്ഷരം ചേർന്ന, വാക്കുകൾ ചേർന്ന വരികളിലൂടെ ഏതാണോ പറഞ്ഞിരിക്കുന്നത്, വിശന്തി യഥയോ വീതരാഗ. യതിമാര്, ഋഷിമാര്, മഹർഷിമാരെക്കാൾ അപ്പുറത്ത് കിടന്നവരെയാണ് യതികളെന്ന് പറയുക. ആ യതികള് നിത്യ ചൈതന്യ യതി ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. നല്ലോണം അറിവ് അറിയാന്നേ ഉള്ളൂ, ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. യഥയോ വീതരാഗ, വീതരാഗ ബന്ധനമില്ലാതെ നിലനിൽക്കുന്ന യതിമാര് ഏതൊന്നിലാണോ വിലസുന്നത്, യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, ആ യതിമാരെന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, അവർ പരമമായ സത്യത്തിലേക്കുള്ള പ്രയാണം ചെയ്യുന്നത്, ചരന്തി ചരിക്കുന്നത്, ആ അവരെവിടെ എത്തും, തത് തേ പദം, ആ പദത്തെക്കുറിച്ച് നിനക്ക് സംഗ്രഹേണ പ്രവിശ്യേ, നിനക്ക് ഞാൻ സംഗ്രഹിച്ചു പറഞ്ഞു തരാം. സംഗ്രഹിച്ചു പറയാം. മോഹൻലാൽ ഡ്രൈവറോട് പറഞ്ഞില്ലേ, ചോദിച്ചോണ്ട് പോകാന്ന് പറഞ്ഞില്ലേ മോഹൻലാൽ. അതുകൊണ്ട് സംഗ്രഹിച്ച് നിനക്ക് പറഞ്ഞുതരാം. അല്ലാതെ പറഞ്ഞു തന്നാൽ നീ ഫ്ലാറ്റ് ആവും, നിനക്ക് മനസ്സിലാവില്ല. എന്താ ചെയ്യുന്നത്? സർവദ്വാരാണി സംയമ്യ, നടക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് പറ്റിയതും അല്ല. നിങ്ങളിത് ഫോളോ ചെയ്യാനും പോവണ്ട, മനസ്സിലാക്കിയാൽ മാത്രം മതി. അർത്ഥം മനസ്സിലായല്ലോ? എന്താ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന്? ആന്ധ്രാപ്രദേശിൽ പോയാൽ ജോലി എടുക്കുന്ന വ്യക്തികൾ കുറച്ച് ചോറും ഉപ്പും ഒരു 3 പച്ചമുളകും മുമ്പിൽ വെക്കും ഉച്ചയ്ക്ക് ഊണ്. ആ ചോറിൻ്റെ കൂട്ടത്തിൽ ഉപ്പിട്ടിട്ട് ഈ പച്ചമുളക് കടിച്ചവർ തിന്നും. നിങ്ങളെങ്ങാനും അങ്ങനെ ചെയ്താൽ കൃഷ്ണ രാമ ഗോവിന്ദ, തലചുറ്റി താഴെ വീഴും. അങ്ങനെ എരിവുള്ള ഗുണ്ടൂർ മുളക തിന്നുന്നത്. ഞാൻ PhD ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ട്. അവർക്കത് താങ്ങാം, നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ എന്തിനാ അത് പറഞ്ഞത്? അങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടി മാത്രം. അപ്പൊ ഇതെന്തിനാ പറയുന്നത്? 12ാമത്തെ ശ്ലോകത്തിൽ ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമുക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളത് അറിഞ്ഞാൽ മതി. അത് ഫോളോ ചെയ്യാൻ നിൽക്കണ്ട, ഫോളോ ചെയ്യാൻ പറ്റില്ല, ഫ്ലാറ്റ് ആവും. സർവദ്വാരാണി സംയമ്യ,
നമ്മുടെ ശരീരത്തിലുള്ള 9 ദ്വാരങ്ങളെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യുക നടക്കണ കാര്യമല്ല. മനോഹൃതി നിരുദ്ധ്യജ, മനസ്സ് ഹൃദയത്തിൽ ഫോക്കസ് ചെയ്യുക. അവിടുന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വിടാൻ പറ്റില്ല. മൂർധന്യ, ഇതിനകത്ത് അക്ഷരത്തിട്ടുണ്ട്, മൂർധ്യ എന്നാ പറഞ്ഞില്ല. മൂർധന്യാധായ ആത്മന, മൂർധനിയിൽ നമ്മുടെ ആത്മത്തെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക. പ്രാണമാസ്ഥിതോ യോഗധാരണം, ആ പ്രാണനെ ഇവിടെ നിലനിർത്തിയിട്ട് ഒരു യോഗിയെ പോലെ ഇരിക്കുക. പറ്റണ കാര്യമാണോ? പറ്റണ കാര്യമല്ല. അങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. KR ഗൗരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി പിന്നെ ഭരണപരിഷ്കാര കമ്മീഷന് പറ്റില്ല. ജീവിതം മൊത്തത്തിൽ അവസാനം വരെ പൂർണ്ണ ശമ്പളം എടുത്തുകൊണ്ട് നടക്കുന്ന പാർട്ടിയാണ്, അവർക്കും പറ്റില്ല. പിന്നെ ആർക്കാ പറ്റുക? പിന്നെ ആർക്കും പറ്റില്ല. സാധാരണ സന്യാസിമാർക്ക് ആർക്കും പറ്റില്ല. അവരൊക്കെ സാമ്പാറിന് ഉപ്പ് പോരാ, മോര്, സംഭാരം, തൈര് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സന്യാസിമാരാണ് കൂടുതലുള്ളത്. ഞാൻ അവരെ കളിയാക്കിയതൊന്നുമല്ല. പലപ്പോഴും ജീവിതത്തിൽ ഒളിച്ചോടുന്നവരെ പോലെയുള്ളവരാ സന്യാസി ആവുന്നതെന്ന് പലരെയും കാണുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ ഞാനൊന്നും പറയാറില്ല. പിന്നെന്താ, ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രീനിവാസൻ നേരെ കയറി ആശ്രമത്തിൽ ചെന്നിട്ട് സന്യാസിയാവാൻ പോയ മാതിരിയുള്ള അവസ്ഥയാണ്. എല്ലാവരും അല്ല, ഞാൻ സന്യാസിമാരെ ആക്ഷേപിച്ചതല്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കല്ലേ, ഞാൻ പറഞ്ഞില്ല. പക്ഷേ പലപ്പോഴും എത്രയെത്ര സമയം അവർക്കുണ്ടെന്നറിയോ, എന്തൊക്കെ പഠിപ്പിക്കാമെന്നറിയാമോ? പക്ഷെ അതൊന്നും ചെയ്യാതെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, സന്യാസിമാരെന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ പാകത്തിനൊരു സന്യാസി ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. എൻ്റെ മുമ്പിൽ കുറേ സന്യാസിമാരുടെ ചിത്രം വരുന്നുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച മൂർധിനെ ആദായ ആത്മന പ്രാണമാസ്ഥിതോ ഇവിടെ നിർത്തിയിട്ട് യോഗധാരണം. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിനെക്കുറിച്ചൊരു അനുഭവം ഉണ്ടാക്കാൻ പറ്റുമോ? അതിൻ്റെ 7 അയൽവക്കത്തെത്താൻ പറ്റില്ല. അത് PhD ലെവലാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് LKG ലെവലിലാണ്. ഈ പറയുന്ന 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് PhD ലെവലാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് LKG ലെവലിലാണ്. അവിടെ നിന്ന് PhD വരെ പോകണം, പറ്റില്ല. അതുകൊണ്ട് എളുപ്പ വഴി എന്താ? വേണ്ട, നിങ്ങൾ പോവണ്ട, ആ ലെവലിലേക്ക് പോകണ്ട. നമുക്കിവിടെ ചെയ്യാൻ വർക്ക് കണ്ടമാനമുണ്ട്, വളരെ കാര്യമായിട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് പറഞ്ഞ മാതിരി നിങ്ങൾ മനുഷ്യാവകാശത്തെ ധ്വംസിച്ചുകൊണ്ട് എത്ര മാവോയിസ്റ്റുകളെയും ടെററിസ്റ്റുകളെയും കൊന്നു എന്ന് വീരശൂര പരാക്രമിയായി പത്രക്കാർ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത്, എത്ര പേരെ കൊന്നു എന്നുള്ളതൊന്നും ചോദിക്കേണ്ട, ഇനി എത്ര പേരെ കൊല്ലാനുണ്ടെന്ന് മാത്രം ചോദിച്ചാൽ മതി. എത്ര പേരെ കൊന്നു എന്നൊന്നും ചോദിക്കേണ്ട, ഇനി എത്ര പേരെ കൊല്ലാനുണ്ടെന്ന് ചോദിച്ചു. അതിന് 138 പേരെ തീവ്രവാദികളെ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയവരെ കൊന്നു എന്ന് പാർലമെന്റ് സെഷനിൽ 3-4 ദിവസം മുമ്പ് പറഞ്ഞു. ഇനി 400 - 138 കൂടി കൊല്ലാനുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഉറക്കെ പറഞ്ഞില്ല, പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട്. 412 എണ്ണമുണ്ട്, അതിൽ 138 എണ്ണം കൃഷ്ണ രാമ ഗോവിന്ദ. ഇനി കുറച്ചുകൂടി ഉണ്ട്. ഇനി കുറച്ചും കൂടി എളുപ്പത്തിൽ ഇടിച്ച് കയറി തീർക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ ദ്വാരങ്ങളെയൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ആത്മാവിനെ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ പരമം പിന്നെ പ്രാണനെയൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടി ഒന്നും നടക്കണ കാര്യമല്ല. അതുകൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആന്ധ്രാക്കാർ ചോറിൻ്റെ കൂട്ടത്തിൽ മുളക് തിന്നുന്ന മാതിരി ഒരവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ചോറും ഉപ്പും കൂടി കൂട്ടിയിട്ട് മുളക് കയറ്റിയിട്ട് തിന്നാൻ പോവണ്ട. അപ്പോൾ നമ്മൾ 12ാമത്തെ ശ്ലോകം മനസ്സിലാക്കി എന്ന് മാത്രം. അർത്ഥം മനസ്സിലായല്ലോ. അടുത്തത് 13ാമത്തെ ശ്ലോകം. ഓം ഇത്യേകാക്ഷരം. ഓം എന്ന ഒരക്ഷരം, അക്ഷരത്തിന് എന്താണ്? ഓം എന്ന് പറയുന്ന ഏകാക്ഷരം ബ്രഹ്മ, ഒരൊറ്റ അക്ഷരമാണ്. അത് ബ്രഹ്മചൈതന്യമാണ്. ഈ ഓമിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ശരിക്ക് റോബർട്ട് ഹോയൽ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണം നമ്മുടെ ഔട്ടർ സ്പേസിൽ ഹൈഡ്രജൻ അയോണാണ് ഉള്ളതെന്നാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരു കണ്ടുപിടുത്തം. അദ്ദേഹം പിന്നീട് പറയേണ്ടതായിട്ടുണ്ട്, ഔട്ടർ സ്പേസിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. ഔട്ടർ സ്പേസിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ എന്താ അറിയോ? ബിഗ് ബാങ്. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ മഹാവിസ്ഫോടനം. അത് ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് നടന്ന മഹാവിസ്ഫോടനത്തിൻ്റെ റെസിഡ്യുവൽ അവശേഷിക്കുന്ന ശബ്ദമാണ്. റെസിഡ്യുവൽ ശബ്ദം എന്ന് വെച്ചാൽ മനസ്സിലായോ? നമ്മൾ ഭക്ഷണം കഴിച്ച് ബാക്കി കിണ്ണത്തിൽ വെക്കുന്നതിന് എന്താ പറയുക? എച്ചില്. റെസിഡ്യൂ ബാക്കി വന്നതാണത്.
അപ്പം മഹാവിസ്ഫോടനം നടന്ന കാലത്ത് ഒരു പൊട്ടിത്തെറിക്ക് ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ. ആ ശബ്ദത്തിൻ്റെ ബാക്കി വന്ന ശബ്ദം, മഹാവിസ്ഫോടനം എന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരത്തിൽ പൊട്ടിക്കുന്ന ആ വെടി കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ആ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ആ വെടി, നമ്മുടെ ഒരു പ്രധാന ഭരണാധികാരി തൃശ്ശൂർ പൂരത്തിൽ പോയി കാണാൻ പോയി, ആർക്കോ ഒരു അവാർഡും കൊടുത്തു. അടുത്ത വർഷം തൃശ്ശൂർ പൂരം തന്നെ ഇല്ലാണ്ടായി. അങ്ങനെയുള്ളവർ പോകുമ്പോൾ കേൾക്കുന്ന ശബ്ദമല്ല, ശരിക്കുള്ള ശബ്ദം, ആ റെസിഡ്യുവൽ സൗണ്ട് ഓഫ് ദ ബിഗ് ബാങ്, അത് ഓംകാരമാണെന്നാണ് ടോണോഗ്രാഫിലൂടെ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിഞ്ഞൂടാട്ടോ. ആ ശബ്ദം ഓംകാരമാണ്. അപ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ്. 64 അർത്ഥം ഉണ്ടെന്ന് അതിന് പറയുന്നത് കേട്ടിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്ന കലണ്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. 64 അർത്ഥം ഓംകാരത്തിനുണ്ട്. നമുക്ക് അതൊന്നും അറിഞ്ഞുകൂടെങ്കിലും ഓംകാരം ചൊല്ലാം. ഓംകാരത്തിന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്, തലച്ചോറിനെ വൈബ്രേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അർത്ഥം അറിയാതെ ചൊല്ലാം. വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അർത്ഥം അറിയണമെന്ന് നിർബന്ധം ഇല്ല, കാരണം ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴത്തേക്കും അർത്ഥം അറിയണം. കായേന വാചാ മനസ്സാ ഇന്ദ്രിയം, അർത്ഥം അറിയണം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, അർത്ഥം അറിയണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപൊള്ളം നിന്നിലസ്പന്ദമാകണം. അത് പ്രാർത്ഥനയാണ്, അർത്ഥം അറിയണം. പക്ഷേ ഓംകാരം ചൊല്ലുമ്പോൾ അർത്ഥം അറിയണമെന്നില്ല, പ്രാർത്ഥനയല്ലാതെ വെറും വിവരണമാണ്, സ്തുതിയാണ്. വെറുമല്ല, സ്തുതിയാണ്, വിവരണമാണ്. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഓംകാരം ചൊല്ലാം, അർത്ഥം അറിഞ്ഞില്ലെങ്കിലും വേദമന്ത്രങ്ങൾ ചൊല്ലാം. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അർത്ഥം അറിയുകയാണെങ്കിൽ അഡീഷണൽ ഗുണമുണ്ട്. പായസം കഴിക്കുമ്പോഴത്തേക്കും നല്ല പാൽപ്പായസം, വെരി ഗുഡ്, ആസ്വദിച്ചു. അത് അമ്പലപ്പുഴ പാൽപ്പായസമാണെന്ന് അറിയുമ്പോഴോ ഡബിൾ എഫക്റ്റാണ്. കാരണം അമ്പലപ്പുഴ പാൽപ്പായസമാണേ. അപ്പോൾ ഒന്ന് പാൽപ്പായസമാണെന്നുള്ള എഫക്റ്റ്, രണ്ട് അമ്പലപ്പുഴ പാൽപ്പായസമാണെന്നുള്ള അറിവ്. അപ്പോൾ അതുകൊണ്ട് കുറേ സന്തോഷിക്കാം. ഇവിടെ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ, ഓം എന്നുള്ള ഒരു അക്ഷരം തന്നെയാണ് ബ്രഹ്മം. വ്യാഹരൻ മാം അനുസ്മരൻ, എന്നെ അനുസ്മരിച്ചുകൊണ്ട് ഓം 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 എന്ന് വ്യാഹരൻ പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് പറ്റുമോ? പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഏറെ പല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥിതിക്ക് പറ്റിയില്ലെന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. കാരണം നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് ഓംകാരം ജപിച്ചിട്ട് പരബ്രഹ്മത്തിലേക്ക് അലിയാനൊന്നുമല്ല, ഈ ജീവിതത്തിൽ അടിപൊളിയായിട്ട് പ്രവർത്തിക്കാനാണ്. അപ്പോൾ ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ, പരമമായ പരബ്രഹ്മം, നാദബ്രഹ്മം എന്നാ പറയാ, ഓംകാരബ്രഹ്മം, ശബ്ദബ്രഹ്മം എന്നൊക്കെ പേരുണ്ട് അതിന്. ആ ബ്രഹ്മത്തെ അതിങ്ങനെ ഓംകാരം എന്നെ അനുസ്മരിച്ചുകൊണ്ട് പറയുക. യഹ പ്രയാതി ത്യജൻ ദേഹം. അങ്ങനെ നിങ്ങൾക്ക് കൃഷ്ണ കൃഷ്ണ ജപിച്ചുകൊണ്ട് മരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓം എന്ന് ജപിച്ചുകൊണ്ട് മരിക്കാം. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു, അതായത് മിനിഞ്ഞാന്നൊറ്റ പറഞ്ഞു. എന്താ പറഞ്ഞത്? മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഈ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഇഷ്ടമുള്ളത് കേൾപ്പിക്കാം. അപ്പോൾ ഒരാളെന്നോട് ചോദിച്ചിരുന്നു, ആ കമൻറ്റിലുണ്ട്, അത് അവർക്കൊരു ശല്യമാവുമെങ്കിലോ? ഒരിക്കലും ചെയ്യരുത്. അവർക്ക് ഇഷ്ടമില്ല, അവർക്ക് ശല്യമാകുമെങ്കിൽ ചെയ്യരുത്. പി ഗോവിന്ദപിള്ള മരിച്ച സമയത്ത് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ഇട്ടു എന്ന് വിചാരിക്കുക, വിഷ്ണു സഹസ്രനാമം പിന്നെ പത്മതീർത്ഥത്തിൽ കുളിപ്പിക്കേണ്ടി വരും. അവരൊന്നും ആ ലെവലിലുള്ളവരൊന്നുമല്ല, അവർക്കൊന്നും പറ്റിയതല്ല. അതുകൊണ്ട് എൻ്റെ അമ്മാവനാണ് പി ഗോവിന്ദപിള്ള, അല്ലെങ്കിൽ പി കെ വാസുദേവൻ നായർ, അതല്ലെങ്കിൽ ഇ കെ നായനാർ, EMS. അപ്പോൾ അവർ മരിക്കുന്ന സമയത്ത് നമുക്ക് വേദമന്ത്രങ്ങൾ വെക്കാം, വിഷ്ണു സഹസ്രനാമം വെക്കാമെന്ന് പറഞ്ഞൊന്നും വെക്കല്ലേ. യോജിക്കാത്ത പാർട്ടിക്ക് മന്ത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മരിക്കാതെ തിരിച്ചു വന്നു വരും, പിന്നെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് യപ്രയാദിത്യജൻ ഭാവം ത്യജൻ ദേഹം, ആര്? ഓം എന്ന് ചൊല്ലിക്കൊണ്ട്. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം കേൾക്കാൻ താല്പര്യമില്ലാത്തവനെ കേൾപ്പിക്കല്ലേ, ഭാഗവതം കേൾക്കാൻ താല്പര്യമില്ലാത്തവനെ കേൾപ്പിക്കല്ലേ. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇഷ്ടമില്ലാത്തതൊന്നും ആ സമയത്ത് ഇനി എനിക്കില്ലല്ലോ, മരിക്കാൻ പോവല്ലേ, ദേഷ്യപ്പെടില്ലല്ലോ, അങ്ങോട്ട് കേൾക്കട്ടെ ചാവാൻ കാലത്തെന്ന് പറഞ്ഞ് കേൾപ്പിക്കല്ലേ. ഉറപ്പിച്ചു പറയുന്നു, കേൾപ്പിക്കല്ലേ. അവർക്ക് താല്പര്യം ഉണ്ടോ എന്ന് കുറച്ച് മരിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാം. ഭഗവത്ഗീതയും കേൾപ്പിക്കാം, കാരണം അത് അവർക്ക് അർത്ഥം അറിയാത്ത സ്ഥിതിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ, എന്നെ അനുസ്മരിച്ചുകൊണ്ട് ഓം എന്ന ഏകാക്ഷര ബ്രഹ്മചൈതന്യത്തെ വിവരിക്കുന്ന ഓങ്കാരം ചൊല്ലിക്കൊണ്ട് പ്രണവം ജപിച്ചുകൊണ്ട് യപ്രയാതി ത്യജൻ ദേഹം,
ദേഹത്തെ ഛിദിച്ചുകൊണ്ട് പോകുന്ന ആള് സയാതി പരമാം ഗതി, അയാൾ പരമമായ ഗതിയിലേക്ക് എത്തുന്നു. പരമമായ ഗതിയിലേക്ക് എത്തുന്നു. ഞാൻ അടുത്ത വരി പറയണോ വേണ്ടല്ലോ? നിങ്ങൾ പരമമായ ഗതിയിലേക്കൊന്നും എത്തണ്ട, നമുക്ക് തിരിച്ചു വന്നിട്ട് വർക്ക് ചെയ്യാനുണ്ട്. സയാതി പരമാം ഗതിം, അയാൾ പരമമായ ഗതിയിലേക്ക് എത്തുന്നു. നല്ല വരികളല്ലേ? മരിക്കാനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കൊന്നും മരിക്കാറായിട്ടില്ലല്ലോ. ആയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് കുറേ കാലം കൂടി ജീവിക്കണം. സുഖമായിട്ടല്ല, ഫലപ്രദമായിട്ട് ജീവിക്കണം. നമ്മുടെയൊക്കെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ആവണം. പ്രതികരിക്കാൻ ചങ്കൂറ്റമുള്ളൊരു ജീവിതം, ധർമ്മത്തെ സംരക്ഷിക്കാൻ ഉള്ള ഒരു ജീവിതം, അതല്ലേ ജീവിതം എന്ന് പറയുന്നത്. കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്, യൂസ്ലെസ് ജീവിതം അതാവരുത്. കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് യൂസ്ലെസ് ജീവിതം, അങ്ങനെയുള്ള ജീവിതമൊന്നുമല്ല. എവിടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നോ നമ്മൾ അവിടെ പ്രവർത്തിച്ചു എന്ന മുദ്ര പതിപ്പിക്കുന്ന ഒരു ജീവിതം വിട്ടുകൊടുക്കരുത്. ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ട് യു. അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് താൻ കുത്തുവാള എടുക്കുന്നു പറഞ്ഞിട്ട് ആൾക്കാർ നിങ്ങളെ അവഹേളിക്കും. ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ട് യു, സെക്കൻഡ് പീപ്പിൾ വിൽ ഒപ്പോസ് യു, തേർഡ് പീപ്പിൾ വിൽ ആക്സെപ്റ്റ് യു. അത് ഉറപ്പാ. എത്ര കമ്മ്യൂണിസ്റ്റുകാരെ എന്നെ വിളിക്കണേ അറിയോ? സത്യമാണ് ഞാൻ പറയാം, ഹൃദയത്തിൽ തൊട്ട് സത്യം പറയുന്നു. എത്ര CPM-കാരെ എന്നെ വിളിക്കുന്നതെന്നറിയാമോ? സാറേ ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല സാറേ. ഞാൻ പറഞ്ഞു നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ച് നല്ല വീട്ടിൽ ജനിച്ചാലേ ഇതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കള്ളുകുടിയൻ്റെ വീട്ടിലെ തത്ത എന്താ പറയുക, കള്ളുകുടിയൻ്റെ വീട്ടിലെ മക്കൾ എന്താ പറയുക, അതായിരിക്കും പറ്റിയിരിക്കുന്നത്. ഇനിയെങ്കിലും മാറുക. ഇന്നലെ വരെ എന്ത് ചെയ്തു, എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇന്ന് മുതൽക്ക് എന്ത് ചെയ്യണം, എന്ത് ജീവിക്കണം എന്നുള്ളതിന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ആരോടും പറയാൻ പോകണ്ട, മാറുക. മാറിയേ മതിയാവും. നിങ്ങളൊക്കെ മാറും. ഭാരതത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ടേ പോവുള്ളൂ ഈ ലോകത്തുനിന്ന്. അതുകൊണ്ട് നമുക്ക് മരണത്തെക്കുറിച്ചും പരമമായ വൈഭവത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചും ഒന്നും ചിന്തിക്കേണ്ട. നമുക്ക് ചിന്തിക്കാനുള്ള മേക്ക് അവർ ലൈഫ് യൂസ്ഫുൾ, മേക്ക് അവർ ലൈഫ് പർപ്പസ്ഫുൾ, മേക്ക് അവർ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആൻഡ് മേക്ക് അവർ ലൈഫ് മീനിങ്ഫുൾ. നമ്മുടെ ജീവിതം ഇനി ഈ ജീവിതം ഈ ജന്മത്തിൽ മാത്രമല്ല, അടുത്ത ജന്മത്തിലും ഇത് തന്നെയാണ്. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ പോവുക. ഒന്നില്ലെങ്കിൽ മരിക്കുന്നവരെ, അല്ലെങ്കിൽ ചാവുന്നവരെ. നാളെ രാവിലെ 8 മണിക്കാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ 7:50 വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് പിന്നെ മരിക്കാൻ വേണ്ടേ? മിനിമം 10 മിനിറ്റ് വേണ്ടേ മരിക്കാൻ? അത് മാറ്റി വെച്ചേക്കാം. ബാക്കി 7:50 വരെ. ആര് കരയുന്നു, ആര് ചിരിക്കുന്നു എന്ന് നമ്മുടെ പ്രശ്നമേ അല്ല. നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണ്ട. പരമപവിത്രമായ ഭാരതത്തിൻ്റെ മടിത്തട്ടിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. ആ ഭാഗ്യം നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടിയിട്ടില്ല, ഉറപ്പാണ്. അത് ഗതികെട്ട ജന്മം പോലെ ജീവിക്കുന്ന കുറേ എണ്ണങ്ങൾ മതക്കച്ചവടവും നടത്തിക്കൊണ്ട് ജിഹാദ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അവരെയും അടിച്ചകത്താക്കണം. അതിന് കപ്പാസിറ്റി ഉണ്ടാവണം. അതാണ് ജീവിതം, അതാണ് ജീവിതം. അല്ലാതെ പരമമായ മോക്ഷത്തിലേക്കൊന്നും നിങ്ങളിപ്പോൾ പോവണ്ട. ഒരു 2-3 ജന്മം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം എന്നാ പോവേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടത്, അപ്പം ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഈ നാട്ടിൽ പെർഫെക്റ്റായിട്ട് നമ്മുടെ ഭാരതത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മളെ, നമ്മുടെ മനസ്സിനെ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആക്കുക. ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആക്കുക. Nobody is bothered about the work what you are doing. Nobody is bothered about the work what you are doing. Everyone should bother the result that you are producing. Work അല്ല ഇമ്പോർട്ടൻ്റ്, റിസൾട്ടാണ്. വർക്കിനെ കുറിച്ച് ആർക്കും ബോധറേഷൻ ഉണ്ടാവരുത്. റിസൾട്ടാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് പ്രൊഡ്യൂസ് ദ റിസൾട്ട്, ചേഞ്ച് ദ പീപ്പിൾ, അറ്റൈൻ ഇമ്മോർട്ടാലിറ്റി, make the life useful, purposeful, fruitful and meaningful. Prabho sevavrita bhaktya vayam samprarthayamahe kalyanartham swarashtrasya prasarartham swasamskriti vishwasya abhyudayo yena prajanam cha rakshanam സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. എൻ്റെ രാഷ്ട്രം, എൻ്റെ സംസ്കാരം, അത് നമ്മൾ മുമ്പിൽ വെച്ച് പ്രവർത്തിക്കുക.
എന്തും സംഭവിക്കട്ടെ. ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എൻ്റെ മുമ്പിലിരിക്കുന്നവരെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്ന കേൾക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവട്ടെ. ഭാരതമാതാവും ഋഷീശ്വരന്മാരും ഈ പ്രപഞ്ച ചൈതന്യവും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്, അറിയാനും അറിയിക്കാനും മാത്രം ശ്രമിക്കുക. ആരെയും ചവിട്ടി പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കുക. ജഗതീശ്വരൻ അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യം നിങ്ങൾക്ക് തരട്ടെ. ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം, നമസ്കാരം.